പുസ്തകത്തിൽ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിക്കാരോട് സലാം പറയരുത് എന്നാണ്ടായിനത്. അത് നിങ്ങൾ എടുത്തു മാറ്റിയില്ലേ? അത് എടുത്തു മാറ്റിയില്ലേ തന്നെയാ ഞങ്ങള് പച്ച മലയാളത്തിൽ ചോദിക്കണം. ഇത് കേൾക്കുമ്പോ വിചാരിച്ചു ഇമ്മേ എടുത്തു മാറ്റിയില്ലേ? അമ്മേ അങ്ങനെ തന്നെയാ വിചാരിച്ചണ്ട്. അതിന്റെ അപ്പുറം വിചാരിച്ച തെറ്റിദ്ധാരണയാവും. അപ്പൊ എന്നാ ഇനി മുജാഹിദിനോടും ജമാഅത്തിനോടും സലാം പറയണം എന്നേക്കാരം പുതിയ ബുക്കിൽ എന്നാണ് കേട്ടവർക്ക് തോന്നുക. അങ്ങനല്ല, കാരണം പലയിടത്തും ഞങ്ങളും പുടിയേരിയും വരിസംഖ്യയും തരുന്നുണ്ട് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് അങ്ങനെ പച്ചയിൽ നിങ്ങൾ എഴുതിയിട്ടില്ല. ആ രൂപത്തിൽ ഇയാള് കോട്ടി മാട്ടി ഇങ്ങനെ ഇയാള് കുറേയാണ് സംസാരിച്ചു. പഴയ കാലത്തെ ബുക്കിൽ മുജാഹിദ് ജമാഅത്തുകളോട് സലാം പറയരുത് എന്നുണ്ടായിരുന്നു. ഓക്കെ ഉണ്ട്, ഇനി ഇപ്പത് കാണാല്ല. നിങ്ങളാ എടുത്തു മാറ്റിയില്ലേ? അപ്പൊ കേൾക്കണോര് വിചാരിച്ചു അതൊക്കെ എടുത്തു മാറ്റിപ്പോ ഓരോടൊക്കെ കോംപ്രമൈസ് ആകാൻ ഇക്കാര്യത്തിലുണ്ടാകുക. അങ്ങനല്ല, പക്ഷെ നിങ്ങൾ കോംപ്രമൈസിലപ്പോ ഉള്ളത്. ആ സാധു പുതിയ ബുക്കിലുള്ളത് വായിച്ചില്ല. വായിച്ചിട്ട് കാര്യമില്ല, എന്റെ സമയം തൊള്ളിയിലെ കാറ്റും പോയി കിട്ടും, അതുകൊണ്ടാ വായിക്കാത്ത. കാട്ട് കള്ളന്റെ പണിയെടുത്തു അയാൾ. ഇവിടെ സത്യസന്ധന്റെ ഏർപ്പാടേ നമ്മൾ ചെയ്യലുള്ളൂ. എന്താ പുസ്തകത്തിലുള്ളത്? അതില്ല, വേറെ പലതുണ്ട്. ഒന്നും ആ ബുക്കിലില്ലാന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അതില്ല എന്നാ പറഞ്ഞു. ദർസ് 2 ആദാബു സലാം. മുസ്ലിങ്ങൾ തമ്മിൽ കാണുമ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് സലാം പറയലാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ നിലവിലുള്ള അഭിവാദനമാണ് സലാം പറയൽ. പരസ്പര സ്നേഹമുള്ള ഉണ്ടാകുന്നതാണ് സലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇനി കേട്ടോളി. സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാകുന്നു. മുബ്തദിഅ, ഫാസിഖ് ഇവർക്ക് സലാം പറയരുത്. മുബ്തദിഇനും ഫാസിഖിനും സലാം പറയരുത് എന്ന് പുസ്തകത്തിലുണ്ട്. മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിന് ബുക്കിലില്ല, മൂപ്പര് വായിച്ചപ്പോഴും ഇല്ല. പിന്നെ ഒരു വിഷയപ്പോ അവിടെ ഉള്ളത് എന്താ? ഞങ്ങൾ എന്തേ പിന്നെ മുജാഹിദ് ജമാഅത്ത് ഒഴിവാക്കി മുബ്തദീനാക്കിയത്? അതെന്തിനാണ് എന്ന് ചോദിച്ചാല്, മുജാഹിദീങ്ങൾ തോനുള്ളോടുത്ത് നമുക്കെതിരെ ജനറൽ ബോഡിയിൽ വോട്ടുണ്ടാക്കാൻ സുഹൃത്തുക്കളെ അവരെ കൂടി കിട്ടണം. അപ്പോ അവിടുത്തെ മദ്രസിലെ മൗലിയാര് വിശദീകരിച്ചു കൊടുക്കും, മക്കളെ ആ മുബ്തദി എന്ന് പറഞ്ഞ മുജാഹിദല്ല, അപ്പുറത്തെ മഹല്ലിലെ ജമാഅത്താണ്. ആ മഹല്ലിൽ ജനറൽ ബോഡി വിളിച്ച് ഏൽപ്പിക്കാനെ പടിയടച്ച് പിണ്ടം വെക്കാൻ ചെറുശ്ശേരി ഉസ്താദിന്റെ ഒപ്പം മാവൂർ റോട്ട് പോകാൻ മൗദൂദികളെ കിട്ടണമെന്ന് വരുമ്പോ അവിടെ എന്ത് ചെയ്യും? അർത്ഥം വെച്ചെടുക്കൂ, അത് മൗദൂദിയാളല്ല, അത് വഹാബികളാണ്. അതിനാണ്. പക്ഷേ മൗലവി പറയുന്ന മറുപടി വേറെയാണ്. അയാളുടെ പ്രസംഗത്തിന്റെ ധ്വനി കേട്ടാൽ ഓരും ഞമ്മളും ഒന്നിച്ചുള്ള സമയത്ത് ഇറക്കിയ ബുക്കില് മുജാഹിദിനോടും ജമാഅത്തിനോടും സലാം പറയരുതെന്നുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റിയേ? മാറ്റിക്കണ്. അതിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, മാറ്റി തന്നെയാണ്. സാധു അന്ന് മുജാഹിദ് ജമാഅത്ത് എന്നാ പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് മുബ്തദിഅ എന്ന് പറയേണ്ടിടത്തേക്ക് ബിദ്അത്തിന്റെ കക്ഷികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ പാഠപുസ്തകം അടിച്ചിറക്കണമെന്ന് മൂപ്പര കണക്കിൽ മുജാഹിദും ജമാഅത്തും ഇവിടെ ഉള്ളായിരുന്നു. എന്നാൽ ഇവിടെ വേറെ ഏതൊക്കെ സാധനങ്ങൾ അന്നുണ്ട്, അത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതും മറുപടിയല്ല. ഇത് പഠിപ്പിക്കുന്നത് വിവരണ ആലിമീങ്ങളാണ്. അതാ പ്രശ്നം. പഠിക്കണ കുട്ടികള് വിവരമില്ലാത്തോല. ആലിമീങ്ങൾക്ക് അതൊക്കെ മതി. ആലിമീങ്ങൾക്ക് ഇനി 4ാം ക്ലാസ്സിലെ അഖിലാക്കന്റെ ആവശ്യമല്ല കാര്യം തിരിയാൻ. പക്ഷേ പഠിക്കുന്ന കുട്ടികൾ വിവരമില്ലാത്തോല. അതാ പ്രശ്നം. അപ്പൊ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, മക്കളെ മുബ്തദിഈനോട് സലാം പറയരുതെന്ന് പറഞ്ഞാൽ അതിൽ മുജാഹിദ് പെടും, ജമാഅത്തെ ഇസ്ലാമി പെടും, ഖാദിയാനി പെടും, മൗദൂദിക്കാരൻ പെടും, ചേകന്നൂരുകാരൻ പെടും. അപ്പൊ മുബ്തദിഈ എന്ന് പറഞ്ഞാൽ വെറും മുജാഹിദ് ജമാഅത്ത് എഴുതിയാലോ? ഓരോരും മാത്രം സലാം പറയരുത് എന്നാണ്. അപ്പൊ ഒരു നിസ്കാ ഖുർആൻ. അത് ശരിയാ. മുജാഹിദിനോടും ജമാഅത്തിനോടും മാത്രം സലാം പറയരുത് എന്നാണ് ബുക്കിലുള്ളതെങ്കിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈക്കത്ര പൊട്ടനല്ലല്ലോ. ഈക്കതൊക്കെ തിരിയുന്ന ആളല്ലേ. അതുകൊണ്ട് അങ്ങനെയല്ല അഖിലാഖിലെ പാഠപുസ്തകത്തിലുള്ളത്. ഈ വിശദീകരണമൊക്കെ വിശദീകരിച്ചു കൊടുക്കാൻ പറ്റിയ പച്ചമലയാളത്തിലുള്ള പദമാണ് അന്നത്തെ പാഠപുസ്തകത്തിലുള്ളത്. അതെന്താണ് കേട്ടോളൂ. എന്നാൽ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പുത്തൻവാദികൾക്ക് ഇവര് പറഞ്ഞ മുബ്തദി എന്നത് ഇവിടെ ഉണ്ട്. അതിന്റെ പച്ചമലയാളം പുത്തൻവാദി എന്നാണ്. പുറമെ അതിന് ജനങ്ങൾക്ക് തിരിയുന്ന പ്രധാനപ്പെട്ട 2 ഉദാഹരണം കൊടുത്തുകണ്. ഇനി മുതലായ അല്ലെങ്കിൽ തുടങ്ങിയ എന്ന് പറഞ്ഞതുകൊണ്ട് ഇനി ഏതൊക്കെ വരുന്നോ ഇവരെ തന്നെ അതിൽ എണ്ണേണ്ട ഗതികേട് വന്നാൽ അതും കൂടി എണ്ണാൻ പറ്റിയ കണ്ടീഷനിലാണ് സുഹൃത്തുക്കളെ
അന്നത്തെ പാഠപുസ്തകമുള്ളത്. ഈ വിശദീകരണം ഒരു മുഅല്ലിമിന് വിശദീകരിച്ചു കൊടുക്കാൻ ഈ പ്രയോഗം മാറ്റിയിട്ട് മുബ്തദി എന്ന് പറയേണ്ട ആവശ്യമില്ല. ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ എന്ന് പറഞ്ഞാ പിന്നെ ബാക്കിയതാ ഏതാ കുട്ടികളെ ഈ തുടങ്ങിയ സാധനങ്ങള്? അത് ചേകന്നൂരാണ്, ഖാദിയാനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം എണ്ണാൻ പറ്റിയതാണ്. കൂട്ടത്തിൽ വീണ്ടും പറയുന്നു പുത്തൻവാദികൾ. ഏതാണ് പുത്തൻവാദികൾ? ഒക്കെ തിരിയണ കേസാണ്. പിന്നെന്തിനാണ് മറ്റേ അജണ്ട കൊണ്ടുവന്നത്? എല്ലാ മഹല്ലുകളിലും പറമ്പിൽ പള്ളിക്കൽ ബസാറിലൊക്കെ അറിയില്ലേ നിങ്ങള്? മരിച്ചുപോയ വഹാബി ആളവരെ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ കുഴിമാടങ്ങളിൽ നിന്ന് കുഴിച്ചെടുത്തു കൊണ്ടുവന്ന ക്രൂരത. അങ്ങനെയാണ് പലയിടത്തും ഉണ്ടായത്. പക്ഷേ ജനങ്ങളെ മുന്നിൽ മര്യാദക്കുള്ള ഇലക്ഷന് വന്നപ്പോ പറമ്പിൽ ബസാറിന്റെ പരിസരത്ത് അതിന് ചൂട്ടുപിടിച്ച ഒരു പച്ചക്കാരനെയും കാണാനില്ല. ആ ഒരു സാഹചര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോ ഇതിനാണ് ഈ പാഠപുസ്തകം മാറ്റിയത്. അങ്ങനെ എന്താ മോന്തായം വളഞ്ഞാ പിന്നെ എങ്ങനെ ഉണ്ടാകൂ? അതിന്റെ ലക്ഷണക്കേട് താഴെ കാണും. അതാണ് ഇന്നത്തെ പുതിയ തലമുറ ചേളാരി കമ്പനിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം സുഹൃത്തുക്കളെ സുന്നത്ത് ജമാഅത്തിന്റെ എതിരിൽ ലോകത്തു തന്നെ അറിയപ്പെടുന്ന വൃത്തികെട്ട കക്ഷിയാണ് ഷിയാക്കൾ. ആ ഷിയാക്കളെ ന്യായീകരിക്കുന്ന ഒരു മുസ്ലിമും ലോകത്തില്ല. മാത്രമല്ല ഇന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അരാജകത്വങ്ങളുടെയും സംഘർഷങ്ങളുടെയും പ്രധാനപ്പെട്ട വില്ലൻ ഈ ഷിയാക്കളാണ്. അങ്ങനെയുള്ള ഷിയാക്കളെ പോലും വെള്ളപൂശുകയും അവരോട് പോലും സലാം പറയാം എന്ന ഒരു നിലപാടിലേക്ക് ഈ ചേളാരി കമ്പനിയിലെ യുവപ്രഭാഷകരെത്തുകയാണ്. നിങ്ങൾ നോക്ക്, മമ്പാട്ടുകാരനായ ഒരു സിംസാറിലക്ക് എന്ന് പറയുന്ന ഇവരുടെ ഒരു പുതിയ പ്രഭാഷകനുണ്ട്. ആ പുതിയ പ്രഭാഷകൻ സുഹൃത്തുക്കളെ അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുകയാണ്, ഷിയാക്കളോട് സലാം പറയാൻ പറ്റുമോ? വഹാബികളോട് മാത്രമല്ല ഷിയാക്കളോട് സലാം പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ വരെ അയാൾ പറയുന്നത് കുഴപ്പമില്ല, സലാം പറയാവുന്നതാണ്. പിന്നെ ഷിയാക്കളോട് സലാം പറയുന്നതിന്റെ വിധി അവര് മുസ്ലിമീങ്ങളായിട്ടാണല്ലോ കണക്കാക്കുക. അതിൽ ചില എക്സ്ട്രീമിസ്റ്റുകളുണ്ട്, അല്ലാത്തവരെ സംബന്ധിച്ചൊന്നും അങ്ങനെ അവര് മുസ്ലിമീങ്ങളല്ല എന്നും പറയാൻ പറ്റില്ല. അപ്പോ കുഴപ്പമില്ല ഇൻഷാ അല്ലാഹ്. എന്താ കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം മൂപ്പര് 2 ഇംഗ്ലീഷ് വിറ്റാക്കിയോണ്ടാ. 4 ഇംഗ്ലീഷ് പറഞ്ഞ ഷിയാക്കള് നന്നാകുമോ? സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു. എന്നിട്ട് ഈ കക്ഷികളാണ് വഹാബികളോട് സലാം പറയരുത് എന്ന് ഞങ്ങളെ നിലപാട് എന്ന് ജനങ്ങളെ കബളിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ ഒരു നിലപാടിൽ നിന്ന് ആലിമീങ്ങളെടുത്ത കർക്കശമായ നിലപാട് വഹാബികളുടെ മുഴുവൻ വഴികളും അടച്ചു മാറ്റിയപ്പോൾ ആലിമീങ്ങളെ കൊണ്ടുതന്നെ അത് തിരുത്തിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. അത് തർക്കുൽ മുവാലാത്തിന്റെ വിഷയത്തിലുണ്ടായി. ഇതുപോലെ രാഷ്ട്രീയ രംഗത്തുമുണ്ടായി. നേരത്തെ മഹാനായ ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ ഒരു മണ്ഡലത്തിൽ സുന്നിക്കെതിരെ പ്രവർത്തിക്കുന്ന മുസ്ലിമും ആ മുസ്ലിമിനെതിരെ നിരീശ്വരവാദിയായ കാഫിറും മത്സരിച്ചാൽ സുന്നിയെ എതിർക്കുന്ന മുസ്ലിമിനെ തോൽപ്പിക്കാൻ കാഫിറിനെ ജയിപ്പിക്കുമെന്ന് പഠിപ്പിച്ച ശംസുൽ ഉലമ പിന്നീട് പറയുന്നത് ലീഗും ദീനും ഒന്ന് തന്നെ എന്നാണ്. അന്ന് നമ്മുടെ ഉലമാക്കൾ പറഞ്ഞു അത് ശരിയല്ല, അത് ശരിയല്ല, അതങ്ങനെയാണ്. ബാപ്പ അങ്ങാടിയിലിരിക്കുമ്പോഴും ഔറത്ത് കാണുകയാണെങ്കിൽ മക്കൾ സ്വകാര്യമായിട്ട് പറയണം ബാപ്പ മടക്കത്തൊന്ന് കഴിച്ചിടേ. അത് ബാപ്പാനെ അവഹേളിക്കലല്ല, അത് ബാപ്പാന്റെ ബഹുമാനം കുറക്കലും അല്ല, ബാപ്പ മാനം കെടാതിരിക്കാൻ മകൻ ചെയ്യുന്ന ഗുണകാംക്ഷയാണ്. എന്നാൽ ഈ ഒരു നിലപാടുകൾ വന്നപ്പോൾ നമ്മുടെ ഉലമാക്കൾ പണ്ടെന്താണോ 79-ലും 80-ലും അതിന്റെ മുമ്പും ശേഷവും ശംസുൽ ഉലമയും കെ വി മുഹമ്മദ് മുസ്ലിയാരോ അതുപോലെ വാണിയമ്പലത്തിന് മുസ്ലിയാരും കണ്ണിയത്ത് ഉസ്താദും അടക്കമുള്ളവർ എടുത്ത നിലപാട്, ആ നിലപാടിൽ ഉറച്ചു നിന്നു. മഹാനായ ശംസുൽ ഉലമയുടെ നടപടികളിൽ ചില ചേഞ്ചുകൾ വന്നു. എന്നാൽ ആ ചേഞ്ചിന്റെ മുമ്പ് നിലപാടിൽ ഉറച്ചു നിന്നപ്പോ ശംസുൽ ഉലമക്ക് എന്തൊക്കെ നേരിടേണ്ടി വന്നോ അതെല്ലാം പിൽക്കാലത്ത് അതേ നിലപാടിൽ ഉറച്ചു നിന്ന എ പി ഉസ്താദിന് അനുഭവിക്കേണ്ടി വന്നു, എ പി ഉസ്താദിന് അഭിമുഖീകരിക്കേണ്ടി വന്നു. അത് ചരിത്രത്തിന്റെ ആവർത്തനമാണ്. എന്നാൽ ഇവിടെ ഒരു സങ്കടമുണ്ട്.
ശംസുലുലമയുടെ ചില നിലപാടുകൾ അങ്ങനെ വന്നെങ്കിലും മരിക്കുന്നതിന്റെ മുമ്പ് ആ ദല്ലത്തുകൾ ജബറു ചെയ്ത് ആ നടപടികളെല്ലാം പരിഹരിച്ച് ഇതൊന്നൊന്നാം ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ടാണ് മഹാനായ ശംസുലുലമ വഫാത്തായി പോയത്. അള്ളാഹു അദ്ദേഹത്തിന്റെ ആഖിറം സന്തോഷമാക്കി കൊടുക്കട്ടെ. എന്നാൽ സുഹൃത്തുക്കളെ, ആ ശംസുലുലമയുടെ പിറകിൽ കൂടിയ ആളുകൾ രാജാവിനേക്കാളും വലിയ രാജഭക്തി പ്രകടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ സുന്നികൾ എടുത്ത നിലപാടുകൾ, ആ നിലപാടുകളെ പുച്ഛിച്ചു തള്ളി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം നശിക്കരുത്, അത് നന്നാകണം, അതിനെ മറ്റൊരാൾ ദുരുപയോഗം ചെയ്യരുത്. സാദാത്തുക്കൾ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് സാദാത്തുക്കൾക്ക് ചീത്തപ്പേരുണ്ടാകുന്ന ഒന്നും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉണ്ടാകരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഗുണകാംക്ഷയോടെ ആലിമീങ്ങൾ നടത്തിയ ആ ഗുണകാംക്ഷ മുസ്ലിം ലീഗിന്റെ സാധാരണക്കാരായ ഉമറാക്കൾ സ്വീകരിക്കുമായിരുന്നു. അവർ അത് ഉൾക്കൊള്ളുമായിരുന്നു, അവർ നല്ലവരായിരുന്നു. പക്ഷേ ആ നല്ലവരായ ഉമറാക്കൾ, ഒരു വിഭാഗം ഉലമാക്കൾ അവരെ ഗുണദോഷിക്കുമ്പോൾ മറുഭാഗത്ത് ചില ഉലമാക്കൾ അവർക്ക് റേറ്റ് അടിക്കുന്നതാണ് കാണുന്നത്. അവിടെ നമ്മൾ സാധാരണക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല. നമ്മൾ ഇത് ഗുണദോഷിക്കുമ്പോ മറ്റു ചില തലപ്പാവുധാരികൾ വന്ന് മുസ്ലിം ലീഗിന്റെ രംഗത്തുണ്ടാകുന്ന അപജയങ്ങളെ വെള്ളപൂശാനും അതിന് സപ്പോർട്ട് ചെയ്യാനും മുന്നിൽ നിൽക്കുകയാണ്. എന്തായിരുന്നു അവർക്കുണ്ടായിരുന്ന ഉദ്ദേശം? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ദുരുപയോഗപ്പെടുത്തി വഹാബിസം വളർത്തലായിരുന്നു വഹാബികളുടെ ലക്ഷ്യമെങ്കിൽ, ഈ നേതാക്കൾ ഉലമാക്കൾ മുസ്ലിം ലീഗിനെ ഗുണദോഷിച്ചപ്പോ മുസ്ലിം ലീഗിന്റെ തെറ്റുകൾ വെള്ളപൂശാൻ അങ്ങാടിയിൽ വന്ന തലപ്പാവുധാരികളുടെ അജണ്ട എന്തായിരുന്നു? മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് കാന്തപുരം ഉസ്താദ് അടക്കമുള്ള മഹത്തുക്കളായ ആലിമീങ്ങളോടുള്ള അസൂയ പാസാക്കലായിരുന്നു. അതിപ്പോ നമ്മൾ കാണുന്നുണ്ട്. ചില രാഷ്ട്രീയക്കാരെ AP ഉസ്താദിനെതിരെ അസൂയ പാസാക്കാൻ കിട്ടണില്ല എന്ന് കണ്ടപ്പോ യോഗം കൂടിയതും യോഗത്തിന് ഞമ്മക്ക് കിട്ടിയ 2 എണ്ണത്തിനേക്കാൾ ഏറെ അമ്പലക്കടവിന് കിട്ടിയതും സമയം പോലെ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. ലക്ഷ്യം എന്താണെന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്ക് ഇപ്പൊ തിരിച്ചറിഞ്ഞു. അങ്ങനെ തിരിച്ചറിഞ്ഞപ്പോ പണ്ട് നമുക്ക് കിട്ടിയതിനേക്കാൾ ഊക്കിലും ഡിഗ്രി അളവിൽ കൂടുതലായി അവിടെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരുന്നു. പക്ഷേ അതിന്റെ മുമ്പ് ഇവരെന്തു ചെയ്തു? മുസ്ലിം ലീഗിന്റെ ഉമറാക്കളെ നമ്മുടെ ഉലമാക്കൾക്കെതിരെയുള്ള അസൂയ നടപ്പിലാക്കാൻ വേണ്ടി എല്ലാത്തിനും മോശാന പാടി പരമാവധി നമുക്കെതിരെ മുസ്ലിം ലീഗ് എവിടെയൊക്കെ നമ്മളോട് അടുക്കുന്നുണ്ടോ, ഒരു പൊതു പ്ലാറ്റ്ഫോം എന്ന നിലക്ക് മുസ്ലിം ലീഗ് ഇടപെടുന്നുണ്ടോ, അവിടെയെല്ലാം ചക്കുളത്തിപ്പോരിന്റെ കുതന്ത്രങ്ങളുമായി ചേളാരി കമ്പനി വന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വർത്താനം നോക്ക് നിങ്ങൾ. ഒരു മൗലവി വന്നിട്ട് പറയാം, മുസ്ലിം ലീഗിന്റെ നേതാക്കള് ഈ ഉമ്മത്തിലെ സംഘടനാ തർക്കങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും മുസ്ലിം ലീഗ് ഒരു പൊതു പ്ലാറ്റ്ഫോമായി നിലനിൽക്കണം എന്ന നല്ല നിയ്യത്തില് എല്ലാ മുസ്ലിം സംഘടനകളോടും തുല്യ അകലവും അടുപ്പവും പാലിച്ചപ്പോൾ അതിന് തുരങ്കം വെക്കാമെന്ന ചക്കുളത്തി മൂല്യമാര് പറയാണ്, പണ്ടുങ്ങൾ ലീഗിനെ അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ, അങ്ങട്ട് പറഞ്ഞില്ലേ, ഇങ്ങട്ട് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ചക്കുളത്തിപ്പോരുണ്ടാക്കുക. പാർട്ടി എങ്കിൽ ഇനി മുതൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടിയാണ് എന്ന് പറഞ്ഞ് MDP-യുമായി ആ സുന്നത്തുകളൊക്കെ അങ്ങനെ ജീവിച്ചിരിക്കും. സമയത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ഈ രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചായിരുന്നു AP-ക്ക് പറയാനുണ്ടായിരുന്നത്. അല്ല, EK ഉസ്താദിനെ കുറിച്ചും അന്ന് പറഞ്ഞത് ആ രാഷ്ട്രീയ പാർട്ടിയാണ്. അതൊക്കെ ചരിത്രത്തിന്റെ മുൻഗാമികൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ സഹോദരിമാരെ റോഡിലേക്ക് ഇറക്കുന്ന പാർട്ടിയാണ്. ഇവങ്ങളിപ്പോ അതിനെപ്പറ്റി എന്താ പറയാ? തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്ന പാർട്ടിയാണ്, ബാങ്കിലേക്ക് മത്സരിപ്പിക്കുന്ന പാർട്ടിയാണ്, നിസ്കാരം ഖളാഅക്കുന്ന പാർട്ടിയാണ്. എന്തൊക്കെയാണ് അന്ന് സിറാജിൽ എഴുതിയിരുന്നത്? അത് എഴുതാനുള്ള കാരണം എന്താണ്? ഇവിടെ ചില
ആലിമി പറഞ്ഞു ലീഗ് ഉന്നതയാണ്. അപ്പോൾ ആലിമീങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു, ലീഗ് സ്ത്രീകളെ മത്സരിപ്പിക്കുന്നുണ്ട്, അത് ദീനല്ല. ലീഗ് ബാങ്കിലേക്ക് മത്സരിക്കുന്നുണ്ട്, അത് ദീനല്ല. ലീഗ് അതുപോലെ ഇലക്ഷനിൽ ഊരകുലുക്കി തുള്ളുന്നുണ്ട്, അത് ദീനല്ല. ഇനി നാളെ ഏതെങ്കിലും ഒരു ആലിമ് കോൺഗ്രസും ദീനും ഒന്നാണെന്ന് പറഞ്ഞാൽ അന്നും സിറാജിൽ ലേഖനം വരും, കോൺഗ്രസ് പെണ്ണുങ്ങളെ മത്സരിപ്പിക്കുന്നുണ്ട്, അത് ദീനല്ല. അതുപോലെ കോൺഗ്രസ് ബാങ്കിലേക്ക് മത്സരിക്കുന്നുണ്ട്, അത് ദീനല്ല. അതേ കോൺഗ്രസിനോടുള്ള ദേഷ്യമല്ല, അത് ലീഗിനോടുള്ള വൈരാഗ്യമല്ല. രാഷ്ട്രീയം രാഷ്ട്രീയമായും ദീന് ദീനായും സമുദായത്തെ പഠിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ തലപ്പത്തുള്ളത് ശിഹാബ് തങ്ങളാണ് എന്ന് പറഞ്ഞാൽ തങ്ങന്മാര് നിൽക്കുന്ന പാർട്ടിയിൽ ഇങ്ങനെ ഉണ്ടായാൽ അത് തങ്ങന്മാരുടെ ബഹുമാനം പോകുന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ തങ്ങന്മാര് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ ലീഗ് വിടണം എന്നല്ല പറഞ്ഞു. ആ ശിഹാബ് തങ്ങളെ ബഹുമാനിക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. അതുകൊണ്ട് ശംസുൽ ഉലമയെ അംഗീകരിക്കാൻ പാടില്ല. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഇയാളെ നാവിന്റെ നീട്ടം കൊണ്ടുണ്ടായ കുത്തിത്തിരിപ്പാണ്. ഇതിന് ചക്കൊളത്തിപ്പോര് എന്നാ പറയാം എന്നാണ് ഇദ്ദേഹം ഇവിടെ സ്ഥാപിച്ചിരുന്നത്. ഇപ്പോൾ എന്തായി? അദ്ദേഹം അന്ന് ലീഗിനെതിരിൽ പറഞ്ഞതൊക്കെ ഞങ്ങൾ അന്ന് ലീഗിനെതിരിൽ പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്, അങ്ങനെ തന്നെ ഉണ്ട്. അതൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടു തന്നെ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ, മാർക്സിസ്റ്റ് പാർട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക്, മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് കാണാൻ ഞങ്ങൾക്ക് കഴിയും. ആ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ ആര് ഞങ്ങളോട് അടുപ്പം കാണിക്കുന്നു, ആ അടുപ്പം അവരോട് അങ്ങോട്ടും കാണിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അത് കാണിക്കുമ്പോൾ തന്നെ ഞങ്ങൾ പറയും, പെണ്ണുങ്ങളെ ആര് മത്സരിപ്പിക്കുന്നുണ്ടോ അത് ദീനല്ല, ബാങ്കിലേക്ക് ആര് മത്സരിക്കുന്നുണ്ടോ അത് ദീനല്ല എന്ന് ഞങ്ങൾ പറയും. അത് ദീൻ പറയലാണ്, മറ്റത് രാഷ്ട്രീയം രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യലാണ്. അത് രണ്ടും രണ്ടാണ്. അത് എന്നാൽ സുഹൃത്തുക്കളെ, ഞങ്ങളൊരു കാര്യം പറയട്ടെ, ഞങ്ങളൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ തന്നെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞതൊക്കെ എന്തായി എന്നാ ഞങ്ങൾക്കറിയാനുള്ളത്. ഞങ്ങൾ മുസ്ലിം ലീഗിനെ ഗുണദോഷിച്ചപ്പോ ഞങ്ങൾ ലീഗിൽ അപകടം വരുന്നുണ്ട്. ഒരു ഭാഗത്ത് വിധേയികൾ മുസ്ലിം ലീഗിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്, മറുഭാഗത്ത് മുസ്ലിം ലീഗിലെ സാധാരണക്കാരായ പ്രവർത്തകരിൽ മറ്റു സെക്കുലർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പ്രവർത്തകർക്കുണ്ടാകുന്ന ചാബല്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗിൽ അത് സംഭവിച്ചുകൂടാന്ന് പറഞ്ഞപ്പോ മുസ്ലിം ലീഗിലെ നല്ലവരെ തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങൾക്കെതിരെ കല്ലെറിയിപ്പിച്ചു നിങ്ങളെ. ഏതുപോലെ മുമ്പൊരു ചങ്ങാതി വണ്ടി പിറകോട്ടെടുക്കാൻ ലെഫ്റ്റ് പറയാൻ ഒരു ചേളാരിക്കാരനെ ഏൽപ്പിച്ചത്. ഡ്രൈവർ എങ്ങനെ വണ്ടി വേക്കെടുത്തപ്പോ റേറ്റ് പറയുന്ന എസ്കക്കാരൻ നിന്നിട്ട് വരട്ടെ വരട്ടെ റേറ്റ് റേറ്റ് എന്ന് പറയാൻ. പക്ഷെ വണ്ടി ഡ്രൈവർ നേരെ കൊണ്ടുപോണത് കുഴിയിലേക്കാണ്. അവസാനം റേറ്റ് അടിച്ച എസ്കക്കാരൻ റേറ്റ് അങ്ങനെ അടിച്ചു, വണ്ടി കുഴിയിലേക്ക് വീണപ്പോ എസ്കക്കാരൻ പറഞ്ഞു, ബദരീങ്ങളെ കൊണ്ട് റേറ്റ്. ഇതാണ് മുസ്ലിം ലീഗിനെ ഞങ്ങൾ ഗുണദോഷിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു അല്ല വരട്ടെ വരട്ടെ. ഇപ്പൊ കുഴിയിൽ വീണു. മുമ്പ് കുറ്റിപ്പുറം അടക്കമുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗിനൊരു പരാജയം വന്നപ്പോ അതുവരെ പാലുകൊടുത്തു വളർത്തിയ എസ്കക്കാർ, മുസ്ലിം ലീഗിന്റെ പാലും തേനും ഉപയോഗിച്ച് വളർന്ന എസ്കക്കാർ ലീഗിനൊരു പരാജയം വരുമ്പോ എല്ലാം മറന്ന് കൂടെ നിൽക്കേണ്ടവരാണ്. പക്ഷേ വിഷമം വന്നപ്പോ എസ്കക്കാര് തിരിഞ്ഞുകുത്തി. എന്താണ് അന്ന് മുസ്ലിം ലീഗിനെ കുറിച്ച് അവരെഴുതിയത്? കണ്ടോളൂ സുഹൃത്തുക്കളെ, നമ്മൾ പണ്ടു പറഞ്ഞത് ലീഗ് തോറ്റപ്പോൾ കുഴി ചാടിയപ്പോഴാ എസ്കക്കാരൻ റേറ്റ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു അല്ല ഡ്രൈവർ വണ്ടി ഒന്ന് മുന്നിക്ക് എടുക്കണം, ഇപ്പൊ കുഴിയിലേക്കാ പോണത്. അപ്പൊ ചേളാരിക്കാര് പറഞ്ഞു അല്ല ഇങ്ങോട്ട് തന്നെ വന്നോട്ടെ റേറ്റ് റേറ്റ്. കുഴിയിൽ വീണപ്പോ ചേളാരിക്കാരൻ സത്യധാരി പറയാണ്, ബദരീങ്ങളെ കൊണ്ട് റേറ്റ്. നിങ്ങൾ നോക്ക് എന്താണ് ഇപ്പൊ എഴുതിയത്? ഒരു ലീഗ് ഒരു കേവല രാഷ്ട്രീയ പാർട്ടി അല്ല. മുസ്ലിമീങ്ങൾ ലീഗിനെ കണ്ടത് അങ്ങനെയല്ല. ദുആക്ക് ഇജാബത്തുണ്ടെന്ന് മലബാറിലെ മുസ്ലിമീങ്ങൾ വിശ്വസിച്ചിരുന്ന ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായ പാണക്കാട് തങ്ങളും ബാഫക്കി തങ്ങൾ അടക്കമുള്ളവരാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഇനി പൊതുയോഗങ്ങൾ മുസ്ലിം ലീഗ് പണ്ട് നടത്തിയിരുന്നത് പണ്ഡിതന്മാരുടെ പ്രാർത്ഥനയോടെയായിരുന്നു. ജില്ലാ സംസ്ഥാന മഹാസമ്മേളനങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് മർഹൂം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരും പാണക്കാട് പൂക്കോയ
പൂക്കോയത്തങ്ങളും ഉൾപ്പെടെയുള്ള സൂഫിവര്യന്മാരായിരുന്നു. ആ സാത്വികരുടെ ഭക്തിനിർഭരമായ പ്രാർത്ഥനകൾക്ക് 10,000ങ്ങളും മനസ്സു തട്ടി ആമീൻ ചൊല്ലി. ഇതന്നെയാ ഞങ്ങളും പറഞ്ഞത്. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ആമുഖത്തിലും ഇതാ സൂചിപ്പിച്ചത്. ഇത് ചാപ്പനങ്ങാടി ബാപ്പുസ്താദ് ദ്വാരക്കുന്ന പ്രസ്ഥാനാണ്, തങ്ങന്മാര് മുന്നിൽ നിന്ന പ്രസ്ഥാനാണ്. അതുകൊണ്ട് അതിൽ വല്ല ചാബല്യങ്ങളും വന്നാൽ ആ പാർട്ടിയോട് ഗുണം ആഗ്രഹിക്കുന്നവർ ഉപദേശിക്കുക സ്വാഭാവികമാണ്. ആ ഉപദേശമായിരുന്നു ശംസുൽ ഉലമ പണ്ട് നടത്തിയത്. ആ ഉപദേശമായിരുന്നു സുൽത്താനുൽ ഉലമ ഏറ്റുപാടിയത്. എന്നാൽ ആലിമീങ്ങളോടുള്ള അസൂയ പാസാക്കാൻ, രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിക്കാൻ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച ഈ ആലിമീങ്ങൾ, ഈ മൊയ്ലിയമാര് ആ ലീഗിലെ സാധാരണക്കാരെ നന്നാകാൻ അനുവദിച്ചില്ല. അവസാനം ആ പരാജയം പടുകുടിയിലേക്ക് ലീഗിനെ തള്ളിയിട്ടപ്പോ കണ്ടോ നിങ്ങൾ, സത്യധാര എഴുതുന്നു, ഇന്ന് മുസ്ലിം ലീഗ് മഹാസമ്മേളനങ്ങൾ നടക്കുന്നത് യുവാക്കളെ മത്തുപിടിപ്പിക്കുന്ന യുവതീ യുവാക്കളുടെ ഗാനമേളകളോടെയാണ്. എങ്ങനെ? യൂത്ത് ലീഗുകാര് മുഴുവൻ കള്ളുടിയന്മാരാണ് എന്നാ സത്യധാര എഴുതിച്ചത്. ഞങ്ങൾ പറയുന്നത് യൂത്ത് ലീഗുകാർ എല്ലാവരും ഒന്നും കള്ളുടിയന്മാരല്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ അടുത്ത പരിസരത്ത് സുൽത്താനുൽ ഉലമ വന്നപ്പോ ഉസ്താദിന് ഖിദ്മത്തെടുക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരുണ്ടായിരുന്നു. അദ്ദേഹത്തെ ആദരിക്കാനും കൈമുത്താനും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുണ്ടായിരുന്നു. മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരുള്ളതുപോലെ. അതുകൊണ്ട് എല്ലാ ലീഗുകാരും കള്ളുടിയന്മാരാണ് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. നിങ്ങളെ പറകെ കൂടി ഏതെങ്കിലും യൂത്ത് ലീഗുകാർ പടക്കയക്കും, കാരണം അത് കുരുത്തക്കേട് കൊണ്ടാണ്. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല. പക്ഷേ സത്യധാര പറയുന്നു യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ കള്ളുകുടിയന്മാരാണ്, ഗാനമേള നടത്തുന്നവരാണ്. തക്ബീറും സ്വലാത്തും ചൊല്ലി നീങ്ങിയിരുന്ന പ്രകടനത്തിനു പകരം നുരഞ്ഞുയരുന്ന മദ്യചഷകങ്ങൾ മോന്തിക്കുടിച്ച യുവാക്കളുടെ ആർപ്പുവിളികളും തുള്ളലുമാണ്. ലീഗിനെ മാത്രം കുറ്റപ്പെടുത്തുകയല്ല, സിനിമാ നടികളെ വിലക്കെടുത്ത് സിനിമ നിർമ്മിക്കുന്നിടം വരെ പാർട്ടിയുടെ യുവജന സംഘടന എത്തി. അത് വേറൊരു തമാശയാണ്. യൂത്ത് ലീഗ് സിനിമ നിർമ്മിക്കുന്നു എന്ന കേസ്. എന്നാൽ ഇവരുടെ സമസ്ത തന്നെ ദർശന ചാനലിൽ സിനിമ ഉണ്ടാക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന കാലാണ്. ഇരിക്കട്ടെ, എന്നിട്ട് നോക്കൂ, നിങ്ങൾ പറയുന്നത് പല നേതാക്കളും ധാർമ്മിക തകർച്ചയുടെ പ്രതീകങ്ങളായി. അന്ന് ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കോഴിക്കോട് ഒരു പെൺവാണിഭ കേസിൽ ക്രൂരമായി വേട്ടയാടപ്പെട്ട കാലാണ്. അന്നാണ് കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് തോൽക്കുന്നത്. ഇതെല്ലാം വെച്ച് മുനവെച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലും താറടിക്കുന്ന ലേഖനം സത്യധാരയിൽ അച്ചുനിരത്തുകയാണ്. എന്നിട്ട് എന്താ സത്യധാരക്കാരൻ പറയുന്നത്? പല നേതാക്കളും വ്യക്തി ധാർമ്മികമായി അതപ്പതിച്ചവരായി ദീനി തൽപരർ ലീഗിലേക്ക് എടുക്കാൻ മടിച്ചു നിന്നു. അങ്ങനെയാ ഞങ്ങൾ അകന്നത്. എന്തേ? ഞങ്ങൾ ദീനി താല്പര്യമുള്ളവരായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അറച്ചു നിന്നു. എന്തേ കാരണോ? അത് ലീഗിനോടുള്ള വെറുപ്പല്ല, പാണക്കാട് തങ്ങൾ നേതാവായതുകൊണ്ടുള്ള അസൂയല്ല, ആ പാണക്കാട് തങ്ങളെ ബഹുമാനിച്ചതുകൊണ്ട് ഈക്കനോടുള്ള ദേഷ്യമല്ല, മറിച്ച് ചിലതെല്ലാം അവിടെ നടക്കുന്നു. പക്ഷേ സങ്കടമുണ്ട്, അന്ന് നിങ്ങൾ റേറ്റ് അടിച്ച് ലീഗിനെ നിങ്ങൾ കേടുവരുത്താൻ കൂടെ നിന്നുകൊടുത്തു. ആവശ്യമുള്ള ഫത്വയൊക്കെ കൊടുത്തു. നോക്കിങ്ങള്, ഞങ്ങളെ നാട്ടിലെ ബഹുമാന്യനായ റഹ്മത്തുള്ള ഖാസിമി, അയാൾക്കൊരു തൗഫീഖൊക്കെ ഉണ്ട് എന്ന് നമ്മൾ കരുതിയതായിരുന്നു. പക്ഷേ തൗഫീഖ് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടൂല. ഇവിടെയും AP ഉസ്താദിന്റെ മഹത്താ നമ്മൾ കാണുന്നത്. അന്ന് അയാള് ഉസ്താദിനോടൊരു മാപ്പ് ചോദിച്ചപ്പോ നമ്മളത് വല്ലാതെ ജനങ്ങളെ മുന്നിൽ വിശദീകരിച്ചിരുന്നു. കാരണോ, അയാളെ മാപ്പിനൊരു പ്രാധാന്യമുണ്ട്. എന്താണത്? ഒരായുഷ്കാലം മുഴുവനും പറയേണ്ട തോന്നിവാസം ഒരൊറ്റ പ്രസംഗത്തിൽ പറഞ്ഞ മഹാനാണ്. അതുകൊണ്ട് തന്നെ അയാളെ മാപ്പിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ആ അന്ന് മാപ്പ് ചോദിക്കാൻ വേണ്ടി ഉസ്താദിന്റെ മുന്നിൽ അയാൾ വന്നപ്പോ ഉസ്താദ് പറഞ്ഞ വാക്കിന്റെ അക്ഷര വൈപുല്യോ ഇന്ന് നമുക്ക് ബോധ്യപ്പെടാൻ. എന്താ ഉസ്താദ് പറഞ്ഞത്? മോനെ, പറഞ്ഞതും പറയാനുള്ളതും ഞാൻ പൊരുത്തപ്പെട്ടു തന്നു. ഇപ്പൊ ഞങ്ങൾ ഉറപ്പിക്കുന്നു, ഇനിയും അയാൾക്ക് കുറച്ചുകൂടി ഇൻഷാ അല്ലാഹ് ഉസ്താദ് പൊരുത്തപ്പെട്ടു കൊടുക്കേണ്ടതുണ്ടാകും. കാരണം ഉസ്താദിന്റെ അക്ഷരങ്ങൾ അത് ബോധ്യപ്പെടുത്തുന്നു. ഖാസിമിയുടെ തിരിച്ചുപോക്ക് അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ബോധ്യമാകുക. കാരണോ,
അന്ന് അയാൾ ഇറങ്ങിപ്പോന്നത് ഗീബത്ത് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായും മാപ്പ് ചോദിച്ച് തൗബ ചെയ്തു പോകണമെങ്കിൽ ആ തെറ്റിൽ നിന്ന് അയാൾ പിൻവാങ്ങിയേ പറ്റൂ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, എന്നാൽ നോക്കുങ്ങള്, ലീഗ് നന്നാകണമെന്ന് കരുതി ഉലമാക്കൾ ലീഗിനെ ഗുണദോഷിച്ചപ്പോ ലീഗിനെ തെറ്റിലേക്ക് റേറ്റ് അടിച്ച് കൂടെ കൂട്ടിയവർ ആവശ്യത്തിനും അനാവശ്യത്തിനും ആയത്തും ഫത്വയും കൊടുക്കുക. അങ്ങനെയാണ് റഹ്മത്തുള്ള ഖാസിമി ഫത്വ കൊടുത്തത്. ആയത്തോതിയിട്ട് പറയാൻ മുസ്ലിം ലീഗ് സ്വർഗത്തിലേക്കുള്ള പാർട്ടിയാണ്. ലീഗിനെ ശക്തിപ്പെടുത്തുക, ഒരുമിച്ച് നിൽക്കുക, ലീഗിനെ ശക്തിപ്പെടുത്തുക. ലീഗ് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള സഭയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ആരോ വാട്സപ്പ് ചോദിക്കുന്നുണ്ട്, മലബാറിന്റെ പുറത്ത് ഞാനും സ്വർഗത്തൊക്കെ ഉണ്ടാവൂലേ? ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ മാപ്പിളാര് മാത്രമുള്ള നാടാണ്. ഒരു ലീഗിനെ മഷിട്ട് തെരഞ്ഞാൽ ലീഗാരനെ അവിടെ കാണൂല. അവിടുത്തെ ആൾക്കാരൊക്കെ ഇനി സ്വർഗത്തുക്കോ നരകത്തുക്കോ അതോ വേറെ വല്ല സ്ഥലത്തുക്കോ എവിടുക്കാ പോകാന്നറിയില്ല. ആലിമീങ്ങൾ ഇങ്ങനത്തെ മൂല്യന്മാരെയാണ് ഇസ്ലാമിക രാജ്യമുള്ള നാട്ടിൽ ഇവരൊന്നും മുക്കാലി കെട്ടിയടിച്ചാ പോരാ, ഫുൾക്കാല് കെട്ടിയടിച്ചേണ്ട കോല. അതാണ് അവസ്ഥ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആലിമീങ്ങൾ ചെയ്യേണ്ട ബാധ്യതയാണോ ഇത്? ഇങ്ങനെ ഒരു ആലിമ ആയത്തോടാൻ പാടുണ്ടോ? ഇങ്ങനെ ആയത്തോടിയാൽ എന്റെ നാട്ടിലൊരു ലീഗാരഞ്ഞോട് പറഞ്ഞു, അങ്ങനെ മൂല്യർ ഓതണ്ടില്ലേനി ഉസ്താദേ, കാരണം ഞങ്ങൾക്കറിയാം ലീഗ് ഉണ്ടാക്കാന്, ഇവരിങ്ങനെ ഓതിയാൽ ഞങ്ങളൊരു വോട്ട് പോകേ ചെയ്യുള്ളൂ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ശരിയല്ലേ? മൂക്ക് കീഴ്പ്പെട്ടായ മനുഷ്യനെ ഇത് തിരിയാൻ കിതാബോധേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെയൊക്കെ ആയത്തുകൾ ഓതി ജനങ്ങളുടെ മുന്നില് രാഷ്ട്രീയ നപുംസകങ്ങളായി പണ്ഡിതന്മാര് മാറിയാൽ അരക്കാശിനി പണ്ഡിത വേഷധാരികളെ പറ്റുമോ മുസ്ലിമീങ്ങളെ? ഇതൊക്കെയാണ് ഇവിടെയുള്ള പ്രശ്നങ്ങള്. ഇനി നാളെ ഒരാള് ആയത്തോതിയിട്ട് കോൺഗ്രസ് സ്വർഗത്തുക്കാന്ന് പറഞ്ഞാലും അതിനെതിരെ ഞങ്ങൾ ശബ്ദിക്കോ? നാളെ ഒരാള് ആയത്തോതി മാർക്സിസ്റ്റ് പാർട്ടി സ്വർഗത്തുക്കാന്ന് പറഞ്ഞാലും ഞങ്ങൾ ശബ്ദിക്കോ? അതൊരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള വെറുപ്പല്ല, അള്ളാഹുവിന്റെ ദീനിനോടുള്ള പ്രതിബദ്ധതയാണ്. ഇസ്ലാമായി കലർപ്പില്ലാതെ നിലനിൽക്കണം എന്ന പ്രതിബദ്ധതയാണ്. എന്നാൽ വേറൊരു സാധുണ്ട്, സിംസാറിലൊക്കെ ചങ്ങാതി പറയാണ്, സമസ്തണ്ടായ സ്വർഗം കിട്ടും. അത് ശരിയാ. വഅ്തസിമു ബിഅബില്ലാഹി ജമിയ എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വരക്കൽ തങ്ങളെ മുതൽക്ക് വിഭാവനം ചെയ്ത ഒറിജിനൽ സുന്നത്തിയമായിട്ട് അത് മുറുകെ പിടിച്ച സ്വർഗത്തിക്കാണ്. അള്ളാഹ് നമുക്ക് തൗഫീഖ്. എന്നാൽ പിന്നെ അയാൾ പറയാൻ, സമസ്ത ഉണ്ടായ സ്വർഗം കിട്ടും, ലീഗ് ഉണ്ടായ ദുന്യാവ് കിട്ടും. സമസ്തണ്ടായ ദുന്യാവ് ആഖിറം കിട്ടും, ലീഗ് ഉണ്ടായ ദുന്യാവും കിട്ടുന്ന. അത് ലീഗ് ഉണ്ടായാലും കിട്ടും, കോൺഗ്രസ് ഉണ്ടായാലും കിട്ടും, മാർക്സിസ്റ്റ് ഉണ്ടായാലും കിട്ടും. കൊണ്ടടക്കണോ അന്തള്ളോനാണെങ്കിൽ. എന്റെ വിശ്വാസം അതാണ്. ഞങ്ങളെ വിശ്വാസം അതല്ല. ശരി, കുഴപ്പമില്ല. അതെങ്ങനെയാ? ഇയാള് വയലറിയാൻ വന്നിട്ട് പറയാണ്, നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും കുഴപ്പമില്ല, എന്റെ വിശ്വാസം അതാണ്. അതിന് അയാൾ വയലറിയാൻ പിന്നെ ഇയാൾ എന്താ മൂമിനിങ്ങളെ വിശ്വസിക്കേണ്ടതെന്നല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ? അതിനല്ലേ ഇയാള് വയലറിയാൻ നിൽക്കണേ? എന്തായാലും മാർക്സിസ്റ്റുകാരുടെയൊക്കെ നല്ല നമ്മളെ ലീഗ് തന്നെയല്ല, പാണക്കാട് തങ്ങളല്ല അവിടെ ഉള്ളത്. പാണക്കാട് തങ്ങൾ നല്ലതാണ്, അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ നല്ലതാന്ന് വരൂല. എ പി ഉണ്ണികൃഷ്ണൻ പാണക്കാട്ടെ തങ്ങൾ മഹാനായതുകൊണ്ട് എ പി ഉണ്ണികൃഷ്ണൻ സ്വർഗത്തിക്കാന്ന് വരൂല. ഇനി ലീഗിൽ അയാൾ ചേർന്നതുകൊണ്ട് ഡയറക്റ്റായി സ്വർഗത്തിലെത്തുന്നും മാപ്പിളർക്ക് പറയാൻ വകുപ്പില്ല. മറ്റേ അച്യുതാനന്ദനും പിണറായിക്കല്ലോ ഒരിക്കലെങ്കിലും ഒന്നുകൊടുത്തിട്ടുണ്ടോ? അതെന്തിനാ മനുഷ്യന്മാരെ പഞ്ചായത്ത് റോഡ് ഉണ്ടാക്കാൻ ഒന്നുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഓകാലുണ്ടാക്കാൻ ഒന്നുണ്ടാക്കണോ? അത് അച്യുതാനന്ദനും പിണറായും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒക്കെ ഉണ്ടാക്കട്ടെ. ആരാ ഞമ്മക്ക് പെരക്കാൻ 2 കല്ല് തരുന്ന് കുത്തിക്കോളിയും പോട്ട് അത്രേ പൈലാകത്തുകയുള്ളൂ. അല്ലാതെ തൂഫ തെരഞ്ഞ അന്തം വിടേണ്ട ഒരു ഫിക്കു പൈലില്ല. അത്രേ അതിൽ വിഷയമുള്ളൂ. പക്ഷേ സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കേ, ഇവരിങ്ങനെ മുസ്ലിം ലീഗ് നന്നാകണം എന്ന് ചിന്തിച്ചല്ലേ പറയേണ്ടത്? അത് പറയാതിരുന്നപ്പോ നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ കൂട്ടുകാർ, മുസ്ലിം ലീഗിന്റെ നിഷ്കളങ്കരായ മക്കൾ, ഈ
ആലിമീങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോ ഈ കാട്ടുന്നതൊക്കെ സ്വർഗത്തിലേക്കാന്ന് മനസ്സിലാക്കി നമ്മുടെ ചെറുപ്പക്കാരുടെ വൃത്തികേടുകൾ എവിടെയെത്തി? ഈ പഞ്ചായത്ത് ഇലക്ഷൻ നടന്നപ്പോ എല്ലാ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും ഇങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നില്ല. ഇത്തരം പ്രവർത്തനങ്ങളെ വിമർശിച്ച മുസ്ലിം ലീഗിന്റെ ആളുകളുമുണ്ട്. പക്ഷേ എങ്കിലും എങ്ങനെ മുസ്ലിം ലീഗിൽ ഇത്തരം പ്രവർത്തകരുണ്ടായി? അത് ലീഗ് നേതാക്കളെ കുഴപ്പമല്ല. ലീഗിലെ ഉമറാക്കളെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട മൗലിയമാര് കേവലം കൊട്ടാര മുഫ്തിവര മുഫ്തിമാരായി കോലം കെട്ടി തോന്നിവാസികളായി ഓശാന പാടിയപ്പോ ഉമറാക്കൾ നശിച്ചുപോയതാണ്. മുസ്ലിം ലീഗിലെ സാധാരണക്കാർ അപകടത്തിൽപ്പെട്ടുപോയതാണ്. നോക്കൂ നിങ്ങൾ, എത്ര വാർഡിൽ വനിതാ സ്ഥാനാർത്ഥികൾ വന്നു, അതിന്റെ വകുപ്പ് പിന്നെ നമുക്ക് പറയാം. അങ്ങനെ വന്നു തോറ്റ സ്ഥാനാർത്ഥികളുണ്ട്, അതിൽ പല പാർട്ടിയുടെ സ്ഥാനാർത്ഥികളുമുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി തോറ്റപ്പോ മാപ്പളത്തറ വാട്ടിൽ ജനിച്ച മുസ്ലിം ചെറുപ്പക്കാർ അങ്ങാടിയിൽ വന്ന് ചെയ്ത തോന്നിവാസോ സുഹൃത്തുക്കളെ നിരീശ്വരവാദികളിൽ നിന്ന് കണ്ടില്ല, അതുപോലെയുള്ള ആളുകളിൽ നിന്ന് കണ്ടില്ല. നോക്കൂ നിങ്ങൾ, സ്ത്രീകളുടെ കോലം കെട്ടിയിട്ട് ലൈംഗിക ആഭാസം ഒരു സ്ത്രീയുടെ രൂപത്തിൽ കാട്ടിക്കൂട്ടുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ എത്ര സ്ഥലത്ത് ആഹ്ലാദ പ്രകടനം നടന്നു, എത്ര സ്ഥലത്ത് പടക്കം പൊട്ടിച്ചൽ നടന്നു. ഇത് സമുദായത്തിന് മുഴുവൻ ചീത്തപ്പേരായില്ലേ? എന്തേ കാരണോ? ഈ സമുദായത്തെ കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ഉലമാക്കൾ സമുദായത്തിലെ തെറ്റ് മിണ്ടാതെ സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കാന്തപുരം ഉസ്താദിനെതിരെ ദുരുപയോഗപ്പെടുത്താമെന്ന ദുരുദ്ദേശത്തോടെ അവരുടെ അബദ്ധങ്ങൾ വെള്ളപൂശാൻ ശ്രമിച്ച് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്തപ്പോ സ്വാഭാവികമായും സാധാരണക്കാർ പലതും ചെയ്യാൻ തുടങ്ങി എന്ന് മാത്രമല്ല, ഈ മൂല്യമാരെ വിശ്വസിച്ചുകൊണ്ടല്ലേ അവർ ആലിമീങ്ങളെ തെറി പറഞ്ഞത്? അങ്ങനെയല്ലേ ആലിമീങ്ങളുടെ കോലം കത്തിച്ചത്? അങ്ങനെ കോലം കത്തിക്കുമ്പോഴും കൂലൂ തക്ബീർ വിളിക്കുന്ന അവസ്ഥ ഈ മുസ്ലിം ചെറുപ്പക്കാരിൽ ഉണ്ടായത് ഈ മൊയ്ലിയമാരുടെ തലതിരിഞ്ഞ കൊട്ടാര ഫത്വകളെ കൊണ്ടല്ലേ എന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യന്റെ രൂപമുണ്ടാക്കലേ തെറ്റ്, അത് സമുദായം ബഹുമാനിക്കുന്നവരുടേതാകുമ്പോ പെരുന്തെറ്റ്. അതിന്റെ കൂടെ തക്ബീർ ചൊല്ലുന്നതും മഹാതോന്നിവാസം. ഏതെങ്കിലും ഒരു മൂല്യാര നാഗനങ്ങിയത് കണ്ടോ മുസ്ലിമീങ്ങളെ നിങ്ങൾ? ഇവർ സാധാരണക്കാരാണ്, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ സമുദായത്തിലെ എല്ലാ ചെറുപ്പക്കാരെയും അള്ളാഹു നന്നാക്കി തരട്ടെ. അവരൊക്കെ നല്ല മക്കളാണ്. അവരുടെ വിവരക്കുറവ് കൊണ്ട് അവർ വിശ്വസിച്ച മൂല്യമാര് അവർക്കെല്ലാത്തിനും പച്ചക്കൊടി കാണിച്ചതുകൊണ്ട് ആ മക്കൾ ചെയ്തു പോകുന്ന അബദ്ധങ്ങളാണ്. എന്നാൽ ആ മക്കളെ ഉപദേശിക്കുന്ന ആലിമീങ്ങളെ ഈ മൂല്യമാർ ഈ ചെറുപ്പക്കാരെ കൊണ്ട് തോന്നിവാസം വിളിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ. ബാക്കി സുഹൃത്തുക്കളെ, എണ്ണിയത് മുഴുവൻ ആലിമീങ്ങളെയാണ്. ഈ മുസ്ലിം ലീഗിന്റെ കുട്ടിയാക്ക് ഈ ആലിമീങ്ങളെ ചീത്ത പറയേണ്ട ഒരു ആവശ്യമല്ല. ഈ മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാർക്ക് ഈ ആലിമീങ്ങളെ ചീത്ത പറയേണ്ട ആവശ്യമല്ല. മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്കും ഈ ആലിമീങ്ങളെ ചീത്ത പറയേണ്ട രാഷ്ട്രീയപരമായ ഒരു ലാഭമല്ല. പിന്നെ ഈ കുട്ടികൾ ആർക്ക് വേണ്ടിയാണ് ഈ തോന്നിവാസം പറയുന്നത്? ഈ മൊയ്ലിയമാർക്ക് വേണ്ടിയാണ്. ആ കുട്ടികളെ കൊണ്ട് അവർക്ക് പറ്റാത്ത ആലിമീങ്ങളെ തോന്നിവാസം പറയിപ്പിക്കാൻ അവർ പകരം കൊടുക്കുന്ന പ്രത്യുപകാരം ഈ മക്കൾ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകൾക്കും പച്ചക്കൊടി കാണിച്ചു കൊടുക്കുക.
അതിനെ വെള്ളപൂശി ആയത്തോതി കൊടുക്കുക എന്ന വൃത്തികേടാണ്. സുഹൃത്തുക്കളെ, ഇവിടെ ചെങ്ങലക്കാണ് ഭ്രാന്ത് പിടിക്കുന്നത്, ഇവിടെ വേരി തന്നെയാണ് വിളകുന്നത്. ഈ ഒരു അപകടം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ലേബലിലാണെങ്കിൽ സാക്ഷാൽ ചേളാരി സംഘടനയുടെ ഔദ്യോഗിക സംഘടനയായ SKയുടെ ലേബലിൽ അതിനേക്കാളും വൃത്തികെട്ട തോന്നിവാസോ പബ്ലിക് നിരത്തുകളിൽ SKക്കാര് വിളിച്ചു കൂവുകയാണ്. സുഹൃത്തുക്കളെ, ഞമ്മക്ക് ആ സാധനം തൊട്ട ഏയട്ടങ്ക കണ്ട സാധന മോൽക്ക് ഏറ്റവും നല്ല ദിക്ർ ആ സാധനത്തിന്റെ പേരാണ്. നിങ്ങൾ നോക്ക്, ഇതൊരു മതസംഘടനയുടെ പേരിലാണ് ഈ ആലിമീങ്ങൾ അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും വൃത്തികെട്ടവരാണെന്ന് പറഞ്ഞാൽ അത് അപകടമാകുമോ മുസ്ലിമീങ്ങളെ? ഞങ്ങൾക്ക് സങ്കടമല്ല. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അവിടുന്ന് മാറിയിരുന്ന് ഈ രാമന്തളിയെ അവിടെ ഇരുത്തിയാൽ ഞങ്ങൾക്കിതിൽ മനസാക്ഷിക്കുത്തില്ല. എന്നാൽ പിന്നെ ഊരണ കൗക്കോലും കിട്ടണമൊക്കെ ലാഭാകുമായിരുന്നു. പക്ഷേ ഇത് ആലിമീങ്ങൾ മുന്നിൽ നിന്ന് പോകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഞാൻ വെല്ലുവിളിക്കുന്നു, മഹാനായ സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരു സംഘടനാ പ്രവർത്തകൻ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെതിരെ, ഒരു സംഘടനക്കെതിരെ ഇത്തരം ആഭാസകരമായ വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞത് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. ഇതാണ് ദീനും ദുന്യാവും തമ്മിൽ, ഹക്കും ബാത്തിലും തമ്മില്, ഖൈറും ഷർറും തമ്മില്, തമ്മാടിത്തവും ധർമ്മവും തമ്മിലുള്ള വ്യത്യാസമെന്ന് അനായാസകരമായി നിങ്ങൾ മനസ്സിലാക്കണോ സുഹൃത്തുക്കളെ? ഇനിയൊരു രസം തരങ്ങള് ഇവിടെ മുട്ടുംകാരനെ പടക്കം പൊട്ടിച്ചില്ലാതെയിരിക്കണേ, എന്നാൽ അപ്പുറത്തുള്ളവൻ തെരയണത് ഇവന്റെ നമ്മളെ ചെറുവിരലിന് എവിടെ കേടെത്തിക്കണോന്നാ. വീട്ടിലാ പശുവിനോ വല്ല പുല്ലു അരിയാൻ പോയപ്പോ നമ്മളെ ചെറിയെല്ലാം അരിവാടെത്തിക്കണോന്നുള്ളതാണ് അപ്പുറത്തുള്ളവര് പരിശോധിക്കുന്നത്. അപ്പുറത്ത് മുട്ടും കയ്യെന്നല്ലാതെ ആയിട്ടുണ്ട്, അതവർക്ക് വിഷയമല്ല. എന്നിട്ട് ഇത്തരം വൃത്തികേടുകളൊക്കെ വിളിച്ചു പറയുന്ന SKക്കാർ സ്റ്റേജിൽ വന്നിട്ട് നമ്മളെ മുദ്രാവാക്യത്തെ വിമർശിക്കാൻ. നമ്മളിപ്പോ SKക്കാരെ പറ്റി പറഞ്ഞൊരു നല്ല തോന്നിയാസം ഉണ്ട്. അതെന്താ അറിയോ? ചേളാരിക്കാർ. ചേളാരിക്കാർ എന്ന് പറഞ്ഞാൽ അതൊരു നിസ്ബിയാണ്. അതിൽ ഇത്ര മോശം ഉണ്ടെങ്കിൽ ആ ഓഫീസ് അവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾക്കും ആ നാട്ടുകാർക്കൊക്കെ നല്ലത്. എന്നാ ആ നാട്ടുകാരും രക്ഷപ്പെട്ട് നിങ്ങളും രക്ഷപ്പെട്ട്. അപ്പൊ ചേളാരിക്കാർ എന്ന പേരിൽ നമ്മൾ നടത്തിയൊരു മുദ്രാവാക്യം അത് വലിയൊരു സ്വബുലോപിക്കാത്തായിട്ടൊരു മൂല്യരെ അവതരിപ്പിക്കാം. ഞാൻ നിങ്ങൾക്ക് അവരുടെ മുദ്രാവാക്യം വിളി ഞാൻ കേൾപ്പിച്ചു. എന്നിട്ടൊന്ന് കേട്ടോളി. ഓര് വിളിച്ചപ്പോ നിങ്ങൾ കേട്ടല്ലോ, രണ്ട് ജാനിബിൽ നിന്നിട്ടുള്ളതും രാഷ്ട്രീയത്തിൽ നിന്നിട്ടുള്ളതും മതത്തിൽ നിന്നിട്ടുള്ളതും കേട്ടു. ഇനി നമ്മൾ പറഞ്ഞോന്ന് കേട്ടോളി. ലോക്കൽ രാഷ്ട്രീയ പ്രവർത്തകന്മാരല്ല, നേരത്തെ ഇവിടെ ഫൈസ് സൂചിപ്പിച്ചതുപോലെയുള്ള വലിയ തലപ്പാവ് കെട്ടിയ ആളുകൾ സാധാരണക്കാരായ രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ സമസ്തയുടെ നേതാക്കന്മാരെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യം വിളി ഞാൻ കേൾപ്പിക്കും. നമ്മൾ തലീ കെട്ടി പറഞ്ഞതാ, അത് തലീ കെട്ടി പറയാൻ പറ്റിയത് തന്നെയാ. എന്നാ ഇങ്ങള് പറഞ്ഞുണ്ടല്ലോ തുണിയെടുത്ത് വരെ പറയാൻ പറ്റിയ സംഗതി അല്ല. മനസ്സിലായില്ലേ? നിങ്ങള് പറഞ്ഞിൻ്റെതും ഞമ്മള് പറഞ്ഞിൻ്റെതും സക്കാത്തൊന്ന് കണക്കൂട്ടിക്കോളി. നമ്മൾ പ്രചരിപ്പിച്ചതല്ല, മുജാഹിദിന്റെ പ്രഭാഷകന്മാരെ നാട് നീളെ കൊണ്ട് കേൾപ്പിക്കുന്നതാണത്. മുജാഹിദിങ്ങൾക്കുള്ള പണി ഇപ്പൊ എന്താണ്? നിങ്ങൾക്ക് വേണ്ടിയത് കോല് പ്രചരിപ്പിക്കാന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അതിന് ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറുന്നു. ഇതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾ തന്നെ ഏറ്റെടുക്കണം, മറ്റോക്കൊന്ന് ഏറ്റെടുക്കുകയില്ല. മുജാഹിദിന്റെ നേതാക്കന്മാര് കേൾപ്പിച്ചുകൊണ്ട് നടക്കുന്ന ക്ലിപ്പ് സാന്ദർഭികമായിട്ടൊന്ന് കേൾപ്പിക്കണം. അധികാരത്തിൽ തടവിൽ കാട്ടിയ വല്ലേട്ടൻകളി ജില്ലയിൽ വേണ്ട, വല്ലേട്ടൻകളി ജില്ലയിൽ വേണ്ട. ഈ നിലയ്ക്ക് മുദ്രാവാക്യം പോലും മാറി. അങ്ങനെ തന്നെയാ വേണ്ടി. അല്ലാതെ നമ്മളെ മറ്റേ മുകളിലുള്ള നജസും ഇപ്പുറത്ത് തൊട്ട ഒന്നു മുറിയുന്ന സ്ഥലം ഇതൊന്നല്ല മുദ്രാവാക്യത്തിൽ വേണ്ടത്. മുദ്രാവാക്യത്തിൽ ഇതൊക്കെ തന്നെയാ വേണ്ടത്. സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കി
ഇവിടെ മുട്ടും കച്ചും കൈപ്പരി ഇല്ലാത്തോ നമ്മളെ ചെറിയതിലേതെങ്കിലും അരിവാള് തെറ്റി കേട് നിൽക്കണോന്ന് പരിശോധിക്കാൻ. ഇതിനെന്താ നമ്മൾ പറയുന്ന മലയാളത്തിലെ പേര്? സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഈ ഒരു അവസ്ഥയിൽ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ ഈ സമയത്തൊക്കെ ഇവര് മുസ്ലിം ലീഗിനെ വെള്ളപൂശാൻ നിന്നത് എന്തിനാണ്? ലീഗിനെ ഉപയോഗിച്ച് AP ഉസ്താദിനോടുള്ള വെറുപ്പ് പാസ്സാക്കാനാണ്. അവർക്ക് പറ്റാത്ത കുറച്ച് മൗലിയമാരുണ്ട്. ആ മൗലിയമാരെ അടിക്കാനും അവരെ തെറിവിളിക്കാനും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ ഉണ്ടാക്കണം. അതിനാണ് ഇവർ ഈ ഫത്വയൊക്കെ കൊടുത്തത്. എന്നാൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്ക് കാര്യം ബോധ്യപ്പെട്ടു. ഇതൊരു ഇത്തിക്കണ്ണിയാണ്. ഇത് ഈ പ്രസ്ഥാനത്തെ ക്യാൻസർ പോലെ നശിപ്പിക്കും എന്ന് മുസ്ലിം ലീഗിലെ യുവതലമുറക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലായപ്പോൾ ക്കാരന്റെ തിട്ടൂരങ്ങൾക്ക് കാവൽ നിൽക്കാൻ MSFന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകരും നേതാക്കളും തയ്യാറാകാതെ വന്നപ്പോ സ്വർഗത്തിലേക്കുള്ള ചിഹ്നമായി പരിചയപ്പെടുത്തിയ കോണി മറന്ന് കാളികാവിൽ എസ്കക്കാര് അരിവാൾ ചുറ്റിയൊക്കെ വോട്ട് ചെയ്തു. എന്തേ കാരണോ? ആ ജിബിരിയിൽ പുതിയ ആയത്തിറക്കിയതല്ല. എസ്കക്കാർക്ക് മനസ്സിലായി ഇവരെ ചക്കൊൾത്തിപ്പോരിന് ഈ ലീഗിലെ നേതാക്കളെ കിട്ടുന്നില്ല. അങ്ങനെയാണ് MSFന്റെ നേതാവ് TP അഷ്റഫ് അലി ഈ അമീദ് ഫൈസി അമ്പലക്കടവിന് മുഗല്ലദായ നജസായി മാറിയത്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇനിയും കാണാനുണ്ട്. സാക്ഷാൽ TP അഷ്റഫ് അലി കാളികാവിൽ മത്സരിച്ചത് ഒറിജിനൽ അരിവാൾ ചുറ്റികയിലല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചിഹ്നത്തിലല്ല, സാക്ഷാൽ സ്വർഗത്തിലേക്ക് കയറേണ്ട കോണിച്ചിഹ്നത്തിലാണ്. പക്ഷേ ആ അഷ്റഫ് അലി കരുവാരക്കുണ്ട് ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായി വന്നപ്പോഴേ അമീദ് ഫൈസി വാല് പൊക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അയാള് വാല് പൊക്കാൻ ആരംഭിച്ചപ്പോഴേ നമ്മളെ കുട്ടികൾക്ക് കാര്യവും തിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാലങ്ങൾക്ക് ശേഷം ബിസ്മീൻ ചൊല്ലി കോണിക്കൊരു വോട്ട് കുത്താന് കരുവാരക്കുണ്ട് ഡിവിഷനിലെ നമ്മളെ പ്രവർത്തകർക്ക് തൗഫീഖ് ഉണ്ടായി. അള്ളാഹു ആ തൗഫീഖ് നിലനിർത്തി തരട്ടെ. കാരണം എന്താ സുഹൃത്തുക്കളെ, അവിടെ ഹമീദ് ഫൈസി TP അഷ്റഫ് അലി നിന്നപ്പോഴേക്ക് മീഡിയ വണ്ണിലൊരു പ്രസ്താവന ഇറക്കി. എന്തായിരുന്നു പ്രസ്താവന? ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തണോ? മൂപ്പര് നരകവും മറന്നു, സ്വർഗം മറന്നു, ഖുർആനിലെ ആയത്തും മറന്നു. എന്തേ പ്രശ്നോ? അഷ്റഫ് അലി ലീഗിന്ന് പോയതല്ല, മറിച്ച് അഷ്റഫ് അലിയെ പോലെ യൂത്ത് ലീഗിലെ യുവതലമുറ എസ്കക്കാരന്റെ ചക്കുളത്തിപ്പോരിന് വേണ്ടി സമുദായത്തിലുണ്ടാകുന്ന നല്ല മാറ്റങ്ങളും യോജിപ്പുകളും ഇല്ലാതെയാക്കരുത് എന്ന കൃത്യമായ തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിൽ മുന്നോട്ടു പോവുകയും ചെയ്തതുകൊണ്ട് അദ്ദേഹത്തെ ഇല്ലാതെയാക്കാൻ കരുവാരക്കുണ്ടിൽ മത്സരിച്ച മുസ്ലിം പോലുമല്ലാത്ത ഒരു മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി അമ്പലക്കടവ് പണിയെടുക്കുകയാണ്. അതിന്റെ ആദ്യ പ്രസ്താവനയായിരുന്നു മീഡിയ വണ്ണിൽ വന്നത്. ഇടതുപക്ഷത്തെ സഹായിക്കണോ? ഫാഷിസത്തിനെതിരായ ചെറുത്തുനിൽപ്പ് ആര് നടത്തുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പരിഗണിക്കേണ്ടതെന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു. ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണ്. അടിസ്ഥാനപരമായി കമ്മ്യൂണിസം ഇസ്ലാമുമായി യോജിച്ചു പോകുന്ന ആശയമല്ല. അതേസമയം കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെ വെച്ച് പുലർത്തുന്ന, ഇവിടെ സ്വീകരിക്കുന്ന മതേതര കാഴ്ചപ്പാട്, അത് തീർച്ചയായും ആ തരത്തിലുള്ള പാർട്ടികളെ പോലും എല്ലാ അർത്ഥത്തിലും ഫാഷിസത്തിനെതിരെ രംഗത്ത് വരുമ്പോൾ എല്ലാ അർത്ഥത്തിലും അവർക്ക് എല്ലാവിധ പിന്തുണയും സഹായം ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. നിങ്ങൾ ഇതുവരെ ഏത് അടുപ്പിലേനി? ഇടതുവശം മിഞ്ഞാന്നുണ്ടാക്കിയതല്ല ഇവിടെ സംഘടന. ഫാസിസ്റ്റുകൾ ഉണ്ടായിട്ടും കാലം കുറയായി. ഡിസംബറാണ് പള്ളി ഒളിച്ചത്. ഈ വരുന്ന ഡിസംബറിൽ പൊളിക്കാനുള്ളതല്ല, കൊല്ലങ്ങളായി. എന്നിട്ടോ മോലിയാര് ഈ ഫാസിസം ചർച്ച ചെയ്യണ എവിടെയാ? നമ്മളെ ഗ്രാമപഞ്ചായത്ത് ഇലക്ഷനിലെ. കേരളത്തിൽ ഇപ്പൊ ഫാസിസ്റ്റുകള് ഗ്രാമപഞ്ചായത്തേക്കാണ് സുനാമിയായി വന്ന അതിനൊരു കണക്കില്ലേ മനുഷ്യന്മാരെ? അപ്പൊ ഇയാള് വാല് പൊക്കണത് എവിടുക്കാ? അഷ്റഫ് അലിന്റെ നെഞ്ചത്തുക്കാ. എന്തേ പൊക്കാനുള്ള കാരണോ? ഇയാളെ ചക്കൊൽത്തിപ്പോരിന് ലീഗിലെ യുവതലമുറ നിന്നുകൊടുത്തില്ല എന്നുള്ളതാണ്. സംഘപരിവാർ ഫാഷിസത്തിനെതിരെ കോൺഗ്രസ് ഒരിക്കലും ശക്തമായ നിലപാടെടുത്തിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത്തരം വിഷയങ്ങൾ വളരെ ഗൗരവതരമായി മുഖം നോക്കാതെ പ്രതികരിച്ചുകൊണ്ട് പ്രതിഷേധിച്ച് രംഗത്ത് വരേണ്ടതാണ്. പക്ഷേ ആ തരത്തിൽ ഇപ്പോ ദേശീയ തലത്തിലായാലും ഈ കേരളത്തിലായിരുന്നാലും അത്ര ശക്തമായ നിലപാട് കോൺഗ്രസിന്റെ നേതാക്കൾ സ്വീകരിക്കുന്നില്ല എന്ന ന്യായമായ സംശയമുണ്ട്. അപ്പൊ പാണക്കാട് തങ്ങൾ പറ്റ അന്തം കമ്മിയായി നല്ല ഇയാള് പറഞ്ഞു.
ഞമ്മക്ക് അഭിപ്രായമില്ലട്ടോ, ഞമ്മള് തങ്ങന്മാരെ ബഹുമാനിക്കുന്ന ആളാണ്. ഈ 20 MLA-മാരെ നിയമസഭയിൽ ഇരുത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിക്ക് രാവും പകലും കൈയുയർത്തി വോട്ട് ചെയ്യുകയും ഡെസ്കിലടിച്ച് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന 20 MLA-മാർക്ക് ഫാത്തിയോതി പിൻബലം നൽകുന്ന പാണക്കാട് തങ്ങളാണോ അന്തമുള്ളയാള്, അതോ ഈ അമ്പലം പൈസയാണോ? ആരാണ്? നിങ്ങൾ പറയും. തല്ലിവിടെ തീരൂലട്ടോ, തുടങ്ങി തന്നിട്ടുള്ളൂ ഞങ്ങള്. ഇനി എവിടെയാണോ തല്ലണത് അവിടെ 1000 വോട്ട് ഭൂരിപക്ഷം ഉണ്ടാവും. എഴുതി ഗ്യാരണ്ടിയായി ഒപ്പിട്ടുതരാ. നിങ്ങളൊന്ന് തെറ്റി കിട്ടിയാൽ മതി, മുസ്ലിം ലീഗ് രക്ഷപ്പെട്ടു, ഉറപ്പാണ്. അപ്പോ സുഹൃത്തുക്കളെ, ലീഗുകാർ പൈന് കുത്തുബിയത്ത് നടത്തുന്നുണ്ട്, ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഇപ്പൊ നിങ്ങളോട് പറയാ. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതൊന്ന് തെറ്റിക്കിട്ടാൻ ഉസ്താദെ ഒരു കുത്തുബിയത്തി നമ്മളെ പെരി ചൊല്ലിത്തരണമെന്ന്, അതുപോലെ നമ്മളെ സ്ഥാപനത്തിക്ക് ഒരു ചാക്ക് അരി തരണം എന്ന് പറയുന്ന എത്ര ലീഗുകാരുണ്ട് നിങ്ങൾ. അള്ളാഹു ഓലൊക്കെ മുറാദ് ഹാസിലാക്കി കൊടുക്കട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ അവസാനം എന്ത് ചെയ്തു? നിങ്ങള് കാളികാവിൽ KT മാനൂര്യർ എന്ന് പറഞ്ഞാല്, നമ്മളെ നാടൻ മലയാളത്തിൽ പറഞ്ഞാല് വല്ല ചോരിയെടുത്ത പച്ചക്കളറേക്കാരെന്ന് കരുവാരക്കുണ്ടിലെ നാടന്മാര് പറയും. അത്ര ലീഗ് സ്നേഹിയാണ് ആ മാനൂര്യര്. ജീവൻ പകർന്ന് പടുത്തുയർത്തിയ ദാറുന്നജാത്തില് മാനോലിയാരെ മരുമകൻ അല്ലേ, AP ഉസ്താദിന്റെ മരവും മാനേജറായത് സുബുലോംബിക്കാത്തില് കുറ്റേനി. എന്നാൽ മാനോലിയാരെ മരവും മാനജാത്ത് മുഴുവൻ മുണിഞ്ഞാലും അത് കുറ്റാവൂല. പക്ഷെ അതിലേക്കൊന്നും നമ്മൾ പോണില്ല. ആ ദാറുന്നജാത്തിൽ TP അഷ്റഫ് അലിക്കെതിരെ, അതും മുസ്ലിം ലീഗിന്റെ MLA ആയ അഡ്വക്കറ്റ് ഉമ്മർ ജനറൽ സെക്രട്ടറിയായ ദാറുന്നജാത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ അഷ്റഫ് അലിക്കെതിരെ കൺവെൻഷൻ വിളിക്കുന്ന ധിക്കാരത്തിലേക്ക് എസ്കക്കാര് വളരുകയാണ്. പക്ഷേ മുസ്ലിം ലീഗുകാര് പറഞ്ഞു, ദാറുന്നജാത്തിന്റെ മുറ്റത്ത് തോന്നിയാസം കളിച്ച മുട്ടുംകാൽ അടിച്ചു പൊട്ടിച്ചു. ധൈര്യമില്ലാത്തത് കൊണ്ട് അല്ലെ, ഞങ്ങൾക്ക് യോഗം കൂടണമെങ്കിൽ ഞങ്ങൾ കൂടും. അത് മർക്കസ് കൂടണ്ടെന്നാ കൂടും, അല്ലിസാനിൽ കൂടണ്ടെന്നാ കൂടും, മഹദിൽ കൂടണ്ടെന്നാ കൂടും. അത് ഞങ്ങളെ ചെലവിലുണ്ടാക്കിയ സ്ഥാപനങ്ങളാണ്. അതേ സമയത്ത് എസ്കക്കാര, നിങ്ങൾക്ക് മഴയും വെയിലും കൊള്ളാതെ ഇരിക്കാനുള്ള ഒരു ഇരിപ്പടോ ലീഗിന്റെ തണലിലല്ലാതെ അള്ളാന്റെ ഭൂമിക്ക് മുകളിലില്ല എന്ന കാര്യം ഓർത്തിട്ട് മതി ലീഗിന്റെ നെഞ്ചത്തേക്ക് തുപ്പാൻ. അങ്ങനെ അവസാനം അമ്പലക്കടവ് പോയിട്ട് എന്ത് ചെയ്തു? കരുവാരക്കുണ്ടിൽ ഒരു ഓഡിറ്റോറിയത്തിൽ യോഗം വിളിച്ചു. 300 ആള് വിളിച്ചപ്പോ 30 ആള് വന്നു. ബാക്കി 200 ചില്ലാൻ ആൾക്കാര് യോഗം കൂടിയോടെ തല്ലാനാ ചെന്നത്. എങ്ങനെ 300 ആളെ വിളിച്ചിട്ട് യോഗത്തിന് തോൽപ്പിക്കാൻ വന്നോര് 30ഉം യോഗം കൂടിയോലെ തല്ലാൻ വന്നോര് 250ഉം 20 നിഷ്പക്ഷ മതിയുള്ളൂ. അങ്ങനെയാ കണക്കുണ്ടായത്. അപ്പൊ ഇതാണ് എസ്കക്കാരൻ തുള്ളിയാൽ ചട്ടിക്ക് ഞങ്ങൾ പണ്ട് പറഞ്ഞതാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, അമ്പലക്കടവിന്റെ മോൾക്കൊരു നേതാവ് ഒരു മെഡിക്കൽ കോളേജ് ഇനി അവിടെ ഉണ്ടോ? ബാക്കിയൊക്കെ ധർമാസുത്തിരി അല്ലേ? ആ അമ്പലക്കടവ് മൂക്കിന്റെ ചോട്ടില് തോൽപ്പിക്കാൻ തീരുമാനിച്ച സ്ഥാനാർത്ഥി അതാ അന്തസ്സോടെ ജയിച്ചു എന്ന് മാത്രല്ല, കരുവാരക്കുണ്ട മീറ്റിംഗിൽ കുറച്ച് കിട്ടി. ഫോട്ടോ എടുക്കാൻ ചെന്ന ക്യാമറക്കാരനും കിട്ടിയിരിക്കണ്, അത് ഉറപ്പല്ലേ? അപ്പോ ആ ക്യാമറക്കാരനും മാധ്യമത്തിന്റെ ചാനലുകാരനൊക്കെ കൈകാര്യം ചെയ്തു. എന്തിന്? അമ്പലക്കടവിന്റെ കൊളറ് കൈകാര്യം ചെയ്യണത് കാണാതെക്കാനാ. അതൊക്കെ ഞങ്ങൾക്കറിയാ തുടങ്ങിയിട്ടുള്ളൂ. നിങ്ങൾ ഇഞ്ഞൊരു യോഗം വിളിച്ചാൽ അള്ളാന്റെ ഭൂമിയില് ഞങ്ങളൊന്ന് കാണും. ഞങ്ങൾ ആർക്കത്? ഞങ്ങൾ ശംസുലമ 80ലും 79ലും പറഞ്ഞൊരു നയണ്ടേ, ആ നയം സുന്നി വിതുരെ പരാജയപ്പെടുത്താൻ ഒരു രാഷ്ട്രീയ പാർട്ടി ജയിപ്പിക്കലും തോൽപ്പിക്കലും അല്ല. ആ നയം നടപ്പിലാക്കാൻ ഞങ്ങളെ സംവിധാനം ഉപയോഗപ്പെടുത്തേണ്ടി വന്ന ഉപയോഗപ്പെടുത്താനുള്ള ത്രാണിയും തന്റെ ഇടം ഞങ്ങൾക്കുണ്ട്. നിങ്ങളെ കയ്യിൽ എന്താ ഉള്ളത്? 300 ആളെ വിളിച്ചാൽ 30 ആള് യോഗത്തിനും 250 ആള് തല്ലാനും. എന്ന് മാത്രല്ല, നിങ്ങൾക്കറിയോ, മുമ്പ് ഞങ്ങളെ ആലിമീങ്ങളെ തെറി വിളിപ്പിച്ചു നിങ്ങള്. എന്തിന്? ലീഗിലെ സാധാരണക്കാരുടെ തോന്നിവാസത്തിന് ഫത്വ കൊടുത്ത് ആ സാധാരണക്കാരെ ഞങ്ങളെ ആലിമീങ്ങൾക്കെതിരെ നിങ്ങൾ കയറൂരി വിട്ടില്ലേ? എന്നാൽ അള്ളാഹു ഇപ്പൊ തരുന്നത് കണ്ടത്തിൽ നിന്നാണ്. കേട്ടോളൂ എസ്കക്കാരാ,
MSFന്റെ കൊടിയും പിടിച്ച് MSFന്റെ പ്രവർത്തകന്മാര് റോട്ടിലൂടെ പ്രകടനം നടത്തിയത് ഇക്കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന്റെ ശേഷം കാന്തപുരത്തെ തെറി പറയാനല്ല, പേരോട് ഉസ്താദിനെ തെറി പറയാനല്ല, മുട്ടിപ്പടിയിൽ ഖലീൽ തങ്ങളെ തെറി പറയാനല്ല, സാക്ഷാൽ ചേളാരി കമ്പനിയുടെ ജീവാത്മാവും പരമാത്മാവുമായ അമ്പലക്കടവിന്റെ മേക്കിട്ട് കയറാനാണ്. പക്ഷേ കൊക്കിന്റെ റേഞ്ചെങ്കിലും ഉണ്ടെങ്കിലേ കൊണ്ടാൽ അറിയുള്ളൂ. പ്രകടനം ഒന്ന് കേട്ടോ. ചുരുങ്ങിയത് MSF മാപ്പരൂലെന്ന് എന്തെങ്കിലും കരുതിക്കോളി. അല്ലേ? ആർക്കാ വിളി വന്നത്? തുടങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾ പറഞ്ഞിരിക്കണ ആ സുപ്രഭാതം വന്നാൽ തന്നെ മീറാബിൽ ഞങ്ങൾ പണ്ടത്തെ മാഷറ തിരിച്ചു വെച്ചുതരാൻ. അല്ലേ? അതങ്ങനെ തന്നെയല്ലേ ഇപ്പൊ ഇത് ഒറ്റടിക്കണം നടക്കുവോ? നിങ്ങളൊന്ന് ത്രാണി കാട്ടി ഞങ്ങൾക്ക് ഇപ്പൊ ഒറ്റ പണിയുള്ളൂ. മുമ്പിലെ മാപ്പിള പറയണ മാതിരി അങ്ങനെ തന്നെ ഈ ഒരൊറ്റ പരിപാടിയെ ഞങ്ങൾക്കിപ്പോ ബാക്കിയുള്ളൂ. അല്ലേ? ബാക്കി ഒരു ഏർപ്പാട് ഞങ്ങൾക്ക് തല്ല് കൊള്ളണ്ട, ഞങ്ങൾക്ക് മുദ്രാവാക്യം കേൾക്കണ്ട. ഇയാൾക്ക് നല്ല പെരിന്തൽമണ്ണയിലെ സൂപ്പിക്കും പള്ളർച്ച കിട്ടിയിരിക്കുന്നു. അത് മറ്റേ ദിക്കറന്യ ഏതേ ആ തൊട്ടായ ഏട്ടം കേൾക്കേണ്ട സാധനത്തിനെ തന്നെയാണ്. സൂപ്പിനെ പണ്ടറിയില്ലേ? അത് മട്ടം പോലെ കിട്ടണുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ? ചരിത്രം വായിക്കണം, കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത് തിരിച്ചറിയണം. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇതൊക്കെ ബലി ചെയ്തില്ലേ? എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ മഹാനായ ശംസുൽ ഉലമയിൽ നിന്ന് സുൽത്താനുൽ ഉലമ ഏറ്റെടുത്ത് നിർവഹിച്ചു പോരുന്ന നയങ്ങൾക്കും നിലപാടുകൾക്കും അജണ്ടകൾക്കും കൃത്യമായ അടയാളങ്ങളുണ്ട്, കൃത്യമായ നയങ്ങളുണ്ട്. ആ നയങ്ങളെ കാലാകാലവും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആ വിമർശനങ്ങൾ നടത്തി ഒരു കൊല്ലം കഴിയുമ്പോഴേക്ക് നിങ്ങൾ തലതിരിച്ചു വെച്ചില്ലേ ഫത്വകൾ? നിങ്ങൾ ഓർത്തു നോക്കൂ സുഹൃത്തുക്കളെ, പണ്ട് അല്ലേ മാർക്സിസ്റ്റുകാരെ സ്റ്റേജിൽ കയറ്റിയാൽ മാർക്സിസ്റ്റുകാരെ സ്ഥാപനത്തിനെന്ന് ഉത്തരവാദപ്പെട്ടവർ ഫത്വ ഇറക്കിയ കാലം കേരളത്തിൽ കഴിഞ്ഞുപോയി. അന്നും ഞങ്ങൾ ആലിമീങ്ങൾ പറഞ്ഞു, അല്ല അറിയില്ലേ, പണ്ട് ബാഫക്ക് തങ്ങൾ അടക്കമുള്ളവർ സദഖത്തുൽ ഉസ്താദ് ഉൾപ്പെടെയുള്ളവർ മുശാവറയിൽ നിൽക്കുമ്പോ അന്ന് ഒരു ഫത്വ ചോദിച്ചു. എന്താണ്? മാർക്സിസ്റ്റ് പാർട്ടി മതവിരുദ്ധമാണ്, ഒരു മുസ്ലിമിന് മാർക്സിസ്റ്റ് പാർട്ടിയുമായി സഹകരിക്കാൻ പാടില്ല എന്നൊരു ഫത്വ സമസ്തയിൽ നിന്ന് വേണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് സദഖത്തുൽ ഉസ്താദ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഫത്വ ഞങ്ങൾ തരാം, പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഫത്വ തന്ന് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുണ്ടാക്കുന്ന കോലം വരാൻ പാടില്ല. അത് ഉറപ്പ് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ഉറപ്പ് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഫത്വ കൊടുത്തില്ല. ആ കൊടുക്കാത്തതിന്റെ ഫലം നിങ്ങൾ നോക്ക്. 1950 EMSനെ കൈ താങ്ങ് കൊടുക്കാൻ മുസ്ലിം ലീഗിനെയാണ് നമ്മൾ കണ്ടത്. അപ്പോ സമസ്തക്കൊരു നിലപാടുണ്ട്. അത് രാഷ്ട്രീയത്തിനനുസരിച്ച് കോലം കെട്ടലല്ല, അത് വഹാബികൾക്കനുസരിച്ച് കോലം മാറലുമല്ല. ആദർശത്തിലും നയനിലപാടുകളും കൃത്യമായ സമീപനത്തിൽ മുന്നോട്ട് പോകലാണ്. അത് നമ്മുടെ സമീപനങ്ങളിൽ ഉണ്ട്, ഒന്നുപോലും മാറ്റേണ്ടി വന്നില്ല. എന്നാൽ നമ്മളെടുത്ത നയങ്ങളെ കാലാകാലവും വിമർശിച്ചു പിറകെ കൂടിയ ചേളാരിക്കാർ ഓരോ കാലഘട്ടത്തിലും നയനിലപാടുകൾ മാറ്റി. അതിൽപ്പെട്ടതാണ് ഇന്ന് ചേളാരിക്കാരുടെ സ്റ്റേജിലും മാർക്സിസ്റ്റുകാരുടെ സാന്നിധ്യം കാണാം. പക്ഷേ
ഇവർക്ക് ജയിപ്പിക്കാനും തോൽപ്പിക്കാനും ആഫിയത്തില്ല എന്ന് മാർക്സിസ്റ്റുകാർക്കും അറിയാം. അതുകൊണ്ടാണ് ഇവരുടെ ഒരു പ്രസിദ്ധീകരണത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് കോടിയേരിയെ വിളിച്ചത്. കോടിയേരി അത് നല്ലൊരു തമാശയാക്കി മാറ്റി. അങ്ങനെ ആ സ്റ്റേജിൽ എഴുന്നേറ്റ് നിന്ന് കോടിയേരി ആദ്യം തന്നെ ചെയ്തത് കയ്യിലുള്ള JCB കൊണ്ട് സ്റ്റേജുമുള്ള മൂലയാരോ ഒന്നായിട്ട് മാന്തിയേക്കാൻ ആ ജാതി കൊളത്തിട്ടിട്ട് ആ കോടിയേരി പ്രസംഗം തുടങ്ങുന്നു. ആദ്യമായിട്ടാണ് സമസ്ത എന്നെ ഒരു പരിപാടി വിളിച്ചത്. അത് ഇസമസ്തിയല്ല കേട്ടോ, അസമസ്തിയാണ്. അതാ കയ്യൊട്ട് കേട്ടാ അറിയാം. എന്താണ് വിളിക്കാതിരുന്നത് എന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്കറിയാം. നിങ്ങളെ വിളിച്ചാൽ ജാതിന്ന് പുറത്തു പോകുന്നു പേടിച്ചിട്ടാ. ഞാൻ അന്വേഷിച്ചു നോക്കിയപ്പോ ഞങ്ങളുടെ പാർട്ടിയുടെ മറ്റുള്ളവരെയും സമസ്ത വിളിക്കാറില്ല. ഇല്ല, ആ സമസ്ത വിളിച്ചലില്ല. എന്തേ? വിളിച്ചാ ജാതിക്ക് പുറത്തു. ഏതായാലും ഞങ്ങളോടുള്ള അയിത്തം മാറ്റിയതിന് ഞങ്ങളുടെ എല്ലാവർക്കും ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. അതിന് നന്ദി അവിടക്കല്ല കൊടുക്കണ്ടേ, അതിന് നന്ദി കൊടുക്കേണ്ടത് നിങ്ങളെപ്പോലെയുള്ളവർക്കൊരു കട്ടൻ ചായ തന്ന തൗഹീദിനൊരു ചുക്കും സംഭവിക്കൂലെന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ തെറികേറ്റവർ, ചീത്ത കേട്ടവർ, അടികൊണ്ടവർ, ആക്ഷേപം സഹിച്ചവർ, പിരിച്ചുവിടപ്പെട്ടവർ, അതിനുവേണ്ടി ത്യാഗം സഹിച്ച സുൽത്താനുലുലമക്കും അനുയായികൾക്കുമാണ് നിങ്ങൾ അതിന് ആദ്യം നന്ദി പറയേണ്ടത്. രണ്ടാമത് അവിടക്കും പറഞ്ഞു. ഇതേ ഒരു നല്ല തുടക്കമാണ്. ആ തുടക്കം നിങ്ങളെ തടി കേടേരൊന്ന് കാളിയാവുമെന്ന് മനസ്സിലായതുമാണ്. നമുക്കതിൽ ഒന്നിച്ചു നിൽക്കണം. മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കളായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, ഇ അഹമ്മദ്, PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ വേദിയിലിരിക്കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കണ്ടാൽ തന്നെ ഒരു കുണ്ടമ്പടി കിട്ടിയ അപ്പ കിട്ടു എസ്കന്റെ മൂല്യന്മാർക്ക് സ്റ്റേജും വന്നു. കാരണം അറ്റാരിപ്പണി ഇവരെ ഉപ്പും ചോറും തിന്നിട്ടാണ് ഈ പണി മുഴുവൻ നടത്തുന്നത്. എന്നിട്ടാണ് ഈ തിരിഞ്ഞു കുത്തുന്നത്. എന്തിനു വേണ്ടി? ഇവരെ ചക്കൊളത്തിപ്പോരിന് ഈ രാഷ്ട്രീയക്കാര് നിന്നുകൊടുക്കായി. കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസംഗത്തിന് മാത്രം സമസ്തയുടെ പ്രവർത്തകർ കൈയടിച്ചു. എങ്ങനെ കൈയടിക്കലോ തോന്നിയാസം. ഇനി അഥവാ കൈയടിക്കുകയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനല്ലേ അടിച്ചു കൊടുക്കണ്ടേ? അത് കൊടുത്തത് കോടിയേരിക്ക്. നോക്കിങ്ങൾ തോന്നിയാസത്തിന് കയ്യും കാലും മുളച്ച കോലോ. അപ്പോ സുഹൃത്തുക്കളെ, ഇതിനല്ലേ നന്ദികേട് എന്ന് പറയാ. ഞാൻ പറയുന്നത് ഇതൊരു പ്രസ്ഥാനമല്ല. ഈ പ്രസ്ഥാനത്തിനൊരു അസ്തിത്വമില്ല, ഇതിനൊരു അജണ്ടയില്ല, ഇതിനൊരു നയമില്ല. കേവലം കാന്തപുരം ഉസ്താദിനെതിരെയുള്ള വിമർശനം, അതാണ് ഇതിന്റെ ആകത്തുക. ആ ഒരൊറ്റ യോഗ്യതയാണ് രാമന്തളി പുൾക്കച്ചടിച്ചത്. ആ ഒരൊറ്റ യോഗ്യതയിലാണ് രാമന്തളി സ്റ്റേജിൽ കയറിയത്. 5 എസ്കക്കാര ഏതാനും തോന്നിയാസം പറഞ്ഞ് ചോറ് കൊടുക്കുകയാണ്. തിന്നിന്റെ ഒരു ഫാത്യാസോർ തോന്നാൻ പറ്റിയ ഒരു ചങ്ങായിനെ കൊണ്ട് പറയിപ്പിച്ചൂടത്. എന്നാൽ ആ ഭക്ഷണം പാകം ചെയ്ത ഉമ്മാക്കൊരു സമാധാനം കിട്ടൂലേ ഇജാബത്തില്ലെങ്കിലോ? ഇതെങ്കിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചൂടെ? ഇനി രാമന്തളി വന്നാലും ചെറുശ്ശേരി സേനത്തി ഉസ്താനി ചെയ്യാൻ പറ്റാത്തൊരു സംഗതി ഒന്നും ഇപ്പൊ രാമന്തളിക്ക് കഴിയുമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അപ്പോ സുഹൃത്തുക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ, ഇതൊരു നിലപാടില്ലാത്ത കൗമ. എന്നിട്ട് എവിടെ എത്തിയ നിങ്ങൾക്കറിയില്ലേ? നമ്മൾ അംസാക്ക സാധു പടച്ചോനെ അയാളെ മാർഗക്കല്യാണം കഴിച്ചിട്ട് ജനങ്ങളോട് വയലറിയാൻ മൈക്കന്റെ മുന്നിൽ നിന്ന സാധുക്കൾ എത്തരണ്ട് നമ്മളെ കൂട്ടത്തിൽ. കാരണം ഇവനാണ് വന്നിട്ട് പറയണേ അയാളെ സുന്നത്തല്യാണം കഴിച്ചിട്ടില്ല, അയാള് സുന്നത്തല്യാണം കഴിച്ചാത്ത ആളാണ്. കളവ് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാ നമ്മൾ പറഞ്ഞു, അല്ല അത് ക്ലിയറാന്നാ തോന്നുന്നത്. അങ്ങനെയാണ് ഇപ്പൊ നാട്ടുകാരൊക്കെ പറയുന്നത്. അപ്പൊ പറഞ്ഞു നിന്ന പാത്തല്. നമ്മൾ പറഞ്ഞു അത് പാളി നോക്കിയിട്ടില്ല. എന്നാലും അയാള് മാപ്പിളയാന്ന് നമ്മൾ നാട്ടുകാരോട് പറഞ്ഞു കൊടുത്തു. എന്നാൽ ഇപ്പം നോക്കിങ്ങള് ലീഗാര് വില ചക്കോളത്തിപ്പോരിന് നിൽക്കൂലെന്ന് കണ്ടപ്പോ ലീഗാരോട് ദേഷ്യം കാട്ടാൻ ഹംസാക്കാനെ വള്ളം പാർന്ന് കുളിപ്പിച്ചണ പണി. ഇതൊക്കെ പാടെ കണ്ടതുകൊണ്ടാണ് TK പറഞ്ഞത് ഇവിടെ ഒരു സമസ്തനുള്ളൂട്ടോ മുത്തവക്കുന്നല്ലേ. അത് നോക്കിങ്ങള് ബുഖാരി ഇമാമിന്റെ റിവായത്തിന് വരെ ഇത്തരം പൗറുണ്ടാവൂല ചേളാരിക്കാർക്ക്. ഹംസാക്ക പറഞ്ഞത്രേ സമസ്ത ഒന്നുള്ളൂ. എന്നെ കൽപ്പിച്ചു തരും. ആദ്യ ഞാൻ AB സുന്നിയാന്ന് പ്രസംഗിച്ചാണ്. ആദ്യം നിങ്ങളെന്തേ പറഞ്ഞിനി? അയാള് മാപ്പിളയല്ലാന്നാ പറഞ്ഞിനി. ഇപ്പത്തെ ഈ കോലും ഈ വർത്താനും ഈ ജഗബോഗിയും ഇതൊക്കെ പാടെ കണ്ടപ്പം TK കുറച്ച് അല്ലെങ്കിൽ സാധു കിതാബോധീനെ രാമന്തളുടെ മാർഗ കല്യാണം കഴിച്ചിട്ടില്ല, റമദാനിൽ തിന്നലാണ്, നടന്നു വാത്തലാണ്, നാലാലുമ്പ നടക്കലാണ് എന്നൊക്കെ പറഞ്ഞു പ്രസംഗിച്ചിടുന്ന മൂല്യമാര് ഇപ്പൊ
വോട്ടിംഗ് പറയുന്നത് ഹംസ ഏതാതല്ലേ? ഹംസ ഇറ്റനെ വണ്ടി കയറ്റുക. കാരണം ഈ ഇങ്ങനെ ഒരു പൊട്ടീസിന്റെ കൗമാന്ന് കണ്ടപ്പോ ഹംസാക്കാണ് തിരിയണേ, നമ്മക്കല്ലേ തിരിയുള്ളൂ. അതുകൊണ്ടല്ലേ നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മൂലിയാറ്റിയെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ അങ്ങോട്ടും വണ്ടി കയറ്റാൻ പറ്റിയ ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ വണ്ടി കയറാഞ്ഞത്. ചിലപ്പോ വണ്ടിയിൽ മൂപ്പര് കയറിക്കണമെങ്കിലുള്ളൂ. എന്നാൽ സുഹൃത്തുക്കളെ, ഈ കൗമിനെ നല്ലോണം കയറ്റാൻ ഹംസാക്കാക്ക് മനസ്സിലായപ്പോ ഒന്നാണ് കയറ്റിയതാ. അദ്ദേഹം പറയാണ് ദർശന ചാനൽ, ആ ചാനൽ കഥ ഞാൻ പറയാം. ഇവിടെ കുറച്ച് സൈക്കിൾ എടുത്ത് കൂടിയ വിഷയം അതാണ്. സമയം ഉണ്ടെങ്കിൽ ഞാനും പറഞ്ഞോളാം. ആ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ ആ അഭിമുഖത്തിൽ അയാൾ പറയാണ് ഇവിടെ സമസ്ത ഒന്നെ ഉള്ളൂ. ഇനിയിപ്പോ അതിനെപ്പറ്റി തോനെ പറയണ്ട. നമ്മള് ദ്വാരക്കലില്ല, ഫാത്തിഹ ചീനി പകരാണ്. സമസ്ത ഒന്നേ ഉള്ളല്ലോ. അപ്പൊ ആ ഒരു സമസ്ത ഈ സമസ്തയാണെന്നുള്ളത് എല്ലാവർക്കും ഒരേ ഞങ്ങൾക്കും അറിയാം. ആ ബോധ്യമാണ്. കണ്ണുമൂറും കണ്ട അപ്പൊ ഹംസാക്കാന്റെ മൂറുണ്ട തിരികെ വണ്ടി കയറ്റാണ്. മോദിയുടെ വണ്ടി കയറ്റിയാണ്. എന്നെ നിങ്ങൾക്ക് ബോധിക്കാനും വരെ നിങ്ങൾക്കൊന്ന് ബോധ്യായി. അപ്പൊ ബോധ്യായി വരുന്നിട്ട് ഞങ്ങൾക്ക് സന്തോഷം. നിങ്ങൾ എന്നെ കോടിയേരിക്ക് ചായ കൊടുക്കാന്ന് പാസാക്കി അന്നാന്ന് മനസ്സിലാക്കിക്കളി. അതിന് പത്തരയുള്ളൂ അല്ലേ സുഹൃത്തുക്കളെ? നിങ്ങൾ ആലോചിച്ചു, ഇത് ഹംസാക്ക തമാശയാക്കിയതാ. അല്ലാതെ ഇപ്പൊ ആർക്കത് തിരിയാത്ത കാര്യം പറയുന്ന നേതാക്കള് CPM-ൽ വേറെ ഉണ്ട്. അത് നമ്മൾ ഇളമരങ്ങേരിയും പറയൊക്കെ. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ, ഇവിടെ നേരത്തെ സംസാരിച്ച സുഹൃത്ത് പറഞ്ഞു, അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം, അതിനുവേണ്ടി പോരാടാൻ പ്രതിജ്ഞയെടുത്ത വോൾട്ടേറുടെ വാക്കുകൾ ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. നിങ്ങളുടെ അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പുണ്ടാവാം, എന്റെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാവാം. സമചിത്തതയോടുകൂടി ഈ ഭിന്നാഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്നത് ഞാനും നിങ്ങളും അംഗീകരിക്കണം. നിങ്ങളുടെ അഭിപ്രായത്തോട് വിയോജിക്കാനുള്ള എന്റെ അവകാശം നിങ്ങൾ അംഗീകരിച്ചു തരണം. നിങ്ങളുടെ അഭിപ്രായത്തോട് വിയോജിക്കാനുള്ള എന്റെ അവകാശത്തെ പോലെ എന്റെ അഭിപ്രായത്തോട് വിയോജിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഈ അവകാശം അംഗീകരിക്കാൻ കഴിയാത്ത അസഹിഷ്ണുതയാണ് ഇന്ന് കേരളത്തിൽ പല രംഗങ്ങളിലും പല സന്ദർഭങ്ങളിലും കാണുന്നത്. വളരെ രസകരമായ ഒരു വാർത്തയും ചിത്രവും ഞാൻ മിനിയാന്ന് കേരളത്തിൽ അടുത്ത കാലത്ത് പ്രസിദ്ധീകരണം ആരംഭിച്ച ഒരു പത്രത്തിന്റെ മുൻ പേജിൽ കണ്ടു. ആ പത്രത്തിന്റെ പേര് സുപ്രഭാതം എന്നാണ്.